മറുനാടനുമായിട്ടുള്ള വിഷയത്തിലാണല്ലോ ഞാൻ ഇവരെ തെറ്റുന്നത്. ഞാൻ ADGP അജിത് കുമാറും P ശശിയുമായി ഈ പറയുന്ന സാജൻ സക്കറിയ വിഷയത്തിലാണല്ലോ ഞാൻ ഉടക്കുന്നത്. ആ സാജൻ സക്കറിയ വിഷയത്തിൽ അവരെ ഉടക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇഫ് സംതിങ് സംവെയർ ഈസ് റോങ്. ഇതുപോലെയുള്ള ഒരു സാമൂഹ്യ ദ്രോഹിയെ ഇവർ പിന്തുണക്കുന്നു. ഞാൻ പറഞ്ഞത് മുഴുവൻ അവജ്ഞയോടെ തള്ളുന്നു. P ശശിയെ പറ്റി, കാട്ടുകള്ളനെ പറ്റി. അതിന്റെ അർത്ഥം എന്താ? ഞാൻ അതിലും വലിയ കള്ളനാന്നല്ലേ? ADGP അജിത് കുമാർ പൊന്നും മോന് അദ്ദേഹത്തെ കുറിച്ച് എന്തായി പറയുന്നത്? അപ്പൊ അതിന്റെയൊക്കെ റിവേഴ്സ് മീനിങ് എന്താ? ഞാനാണ് ഈ പറഞ്ഞ മുഴുവൻ കള്ളൻ. പിന്നെ എനിക്കെന്താ ആകാശം ഭൂമി നോക്കേണ്ട കാര്യമുണ്ട്? ആരാണോ എന്നെ ഇതിലേക്ക് നിയോഗിച്ചത് ആ ആളുകൾ പിന്നെ ഫോൺ എടുക്കാതാവുകയാണ്. പക്ഷേ അതിൽ കാര്യം ശരി തന്നെയല്ലേ? പൂർണ്ണമായിട്ടും ശരിയാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിൻ്റെ മുമ്പിൽ എന്നെ ഏറ്റവും വലിയൊരു ശത്രുവാക്കാനുള്ള ഒരു ഗൂഢമായ ആലോചന അതിൻ്റെ പിന്നിൽ അന്നുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ട് രാജിവെക്കുന്നു എന്നതാണ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഈ വിഷയം അവരുന്നയിക്കും. നിങ്ങൾ പാർട്ടിയുടെ ദൗത്യം ഏറ്റെടുക്കണം. അതുകൊണ്ട് നിങ്ങൾ പോയി രാജിവെക്കുക. മാനഹാനിക്ക് ഞാൻ കേരള സമൂഹത്തോട് മാപ്പ് ചോദിക്കുകയാണ്. എനിക്കൊരു ദിവസം ജയിൽവാസം കിടക്കേണ്ടി വന്നാലും നിങ്ങളടക്കമുള്ള കേരളത്തിലെ മുഴുവൻ ആളുകളും ഇതിനെക്കുറിച്ച് അലർട്ടായിരിക്കുകയാണ്. ഒരു കാരണവശാലും ഈ ബില്ല് ഈ നിയമസഭയിൽ അമെൻമെൻറ്റ് വരാൻ പാടില്ല. നിലമ്പൂരിൽ മത്സരിക്കുമോ? ഞാൻ മത്സരിക്കുന്നില്ല. PV അൻവർ പാർട്ടിയിൽ നിന്ന് പോയിട്ട് ഒരു രോമം പോയില്ലല്ലോ എന്ന് പറഞ്ഞവരുണ്ട്. അത് നമുക്ക് കാണാം. അത് നമുക്ക് കാണാൻ പോകുന്ന പൂരമാണ്. നിലമ്പൂരിൽ ഈ പറയുന്ന ജോയി അവിടെ നിർത്തി മത്സരിക്കുക. നിങ്ങൾ എഴുതി വെച്ചോ, 30,000 തൊട്ട് 40,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ലീഗ് പൊതുവിലൊരു സോഫ്റ്റ് പാർട്ടിയാണല്ലോ. അപ്പൊ ആ ലീഗിനെ, ആ തങ്ങളെയാണ് ഇപ്പൊ പിണറായി വർഗീയവാദിയാക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. കാവിക്കൊടി കെട്ടേണ്ട സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ചെങ്കൊടി കെട്ടിയിട്ട് കാവിയുടെ രാഷ്ട്രീയം നടത്തുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഭരണാധികാരി പിണറായി ആയിരിക്കും. നിങ്ങൾ ഏത് ജയരാജനെയാണോ മനസ്സുകൊണ്ട് ഉദ്ദേശിച്ചത് ആ ജയരാജനെ നിങ്ങൾ കാണുക. നമസ്കാരം. നിലമ്പൂർ MLA PV അൻവർ രാജിവെച്ചതിന് ശേഷം ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. ഇക്കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപാണ് അദ്ദേഹം നിയമസഭാ സ്പീക്കറായ AN ഷംസീറിന് രാജിക്കത്ത് നൽകിയത്. അതിനുശേഷം ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. കേരളത്തിലെ ജനങ്ങൾക്കും കഴിഞ്ഞ 5 മാസമായി പിണറായി ഗവൺമെന്റിനെതിരെ, പിണറായിസത്തിനെതിരെ എനിക്ക് പിന്തുണ നൽകിയ പൊതുസമൂഹത്തോടും നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം രണ്ടാമതായി 2016-ലും 2021-ലും നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് എല്ലാ ഘട്ടങ്ങളിലും എന്നോടൊപ്പം നിന്ന നിലമ്പൂരിലെ ജനങ്ങൾക്കും വോട്ടർമാർക്കും നിയമസഭയിൽ ആദ്യമായി എത്തിച്ചേരാൻ എനിക്ക് പിന്തുണ നൽകിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾക്കും പ്രവർത്തകർക്കും അവരോടുള്ള നന്ദിയും അറിയിക്കുകയാണ്. 8.5 വർഷത്തെ രാഷ്ട്രീയ MLA എന്നുള്ള രാഷ്ട്രീയ ജീവിതത്തിന് ശേഷം കഴിഞ്ഞ 11-ാം തീയതി ഞാൻ ഒഫീഷ്യലായിട്ടാണ് ഇന്ന് രാജിക്കത്ത് നൽകിയിട്ടുള്ളത്. 11-ാം തീയതി തന്നെ ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് ഇമെയിൽ വഴി, MLAയുടെ ഒഫീഷ്യൽ മെയിൽ വഴി വ്യക്തിപരമായിട്ട് ഞാൻ മെയിൽ കൊടുത്തിട്ടുണ്ട്. അത് പത്രമാധ്യമ പ്രവർത്തകർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രാജിവെക്കുമ്പോൾ സ്വന്തം കൈപ്പടയിൽ എഴുതി ഒപ്പിട്ട് നേരിട്ട് സ്പീക്കർക്ക് സമർപ്പിക്കണം എന്ന് ഈ ആക്ട് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ കൽക്കട്ടയിലായതുകൊണ്ട് നേരിട്ടൊന്ന് കൊടുക്കാൻ സാഹചര്യമില്ലാത്തത് കൊണ്ടാണ് മെയിൽ വഴി അയച്ചത്. ആ മെയിൽ വഴി അയച്ച സന്ദേശത്തിൽ ഇങ്ങനെ തിങ്കളാഴ്ച ദിവസം നേരിട്ട് നൽകും എന്ന് പറഞ്ഞിരുന്നു. അത് പ്രകാരം അദ്ദേഹത്തെ അത് ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇനി രാജി സ്വീകരിക്കേണ്ട ഉത്തരവാദിത്തം ബഹുമാനപ്പെട്ട സ്പീക്കർക്കാണ്. രാജി സ്വീകരിക്കണം എന്നും ആ ലെറ്ററിൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇതാണ് രാജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ. എന്തുകൊണ്ട് രാജിവെക്കുന്നു എന്നതാണ് നിങ്ങളെല്ലാവരും വളരെ സീരിയസ് ആയിട്ട് എന്നിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, കേരളത്തിലെ ജനം, എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാജിവെക്കുന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയല്ല കൽക്കട്ടയിലേക്ക് പോയത്. കൽക്കട്ടയിൽ പോവുകയും പാർട്ടിയുടെ ലീഡർഷിപ്പുമായി സംസാരിക്കുകയും അതിനുശേഷം ബഹുമാനപ്പെട്ട പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി, ദീദി എന്ന് സ്നേഹപൂർവ്വം ഇന്ത്യയിലെ ജനങ്ങൾ വിളിക്കുന്ന ബംഗാൾ മുഖ്യമന്ത്രിയോട് വീഡിയോ കോൺഫറൻസ് വഴി കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. അതിൽ പ്രധാനമായും ഞാൻ വിശദീകരിച്ചൊരു കാര്യം, നമ്മുടെ നാട് നേരിടുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിൽ കേരളം ഉൾപ്പെടെയുള്ള 13 സംസ്ഥാനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ വിഷയം വന്യജീവി ആക്രമണമാണ്. ഇതുമായി ബന്ധപ്പെട്ട് കേരളം ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരു സംസ്ഥാനമാണെന്നും കേരളത്തിലെ 70% ഫോറസ്റ്റ് ആണെന്നും ആ 70%-ൽ ഏകദേശം 30-35% വെസ്റ്റഡ് ഫോറസ്റ്റ് ആണെന്നും ഈ രീതിയിൽ മനുഷ്യർ കൊല ചെയ്യപ്പെടുകയാണെന്നും അതുകൊണ്ട് ഈ വിഷയത്തിൽ ശക്തമായ ഒരു നിലപാട് രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ സ്വീകരിക്കണമെന്ന് ഞാൻ അവരോട് അഭ്യർത്ഥിച്ചു. പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ച് വനം വളരെ കുറവാണ്.
അവർക്ക് ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് പരിമിതമായ പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷെ അവരപ്പം എന്നോട് സൂചിപ്പിച്ചു, ആസാം അവർക്ക് തൊട്ടടുത്ത് കിടക്കുന്ന സംസ്ഥാനം. ആസാമിൽ ഇതേപോലെ തന്നെ വലിയ വിഷയമാണ്, അവരുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ട്. ആ നിലക്ക് പാർട്ടിയുമായി സഹകരിച്ച് പോകാൻ നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ ഈ വിഷയം അവരുന്നയിക്കും. ബഹുമാനപ്പെട്ട പാർട്ടി AICC നേതാവായ രാഹുൽ ഗാന്ധിയുമായി ഇന്ത്യ മുന്നണി നേതാക്കളുമായും ഈ വിഷയം അവർ ഡിസ്കസ് ചെയ്യും. ഇന്ത്യ മുന്നണി ഏകകണ്ഠമായി ഈ വിഷയത്തെ പാർലമെൻറ്റിൽ ഉന്നയിക്കുകയും 1972 ആനിമൽ പ്രൊട്ടക്ഷൻ ആക്റ്റിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തി അതിനെ കൺട്രോൾ ചെയ്യത്തക്ക രീതിയിൽ വന്യമൃഗങ്ങളുടെ എണ്ണം കുറയ്ക്കുകയും കൃത്യമായ അതിനൊരു പ്ലാൻ ഉണ്ടാക്കാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ അവർ തയ്യാറാണ് എന്ന് എന്നോട് നേരിട്ട് പറയുകയുണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നിയമസഭാ അംഗം എന്ന നിലക്ക് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ജോയിൻ ചെയ്യുന്നതിന് ഒട്ടനവധി നിയമ തടസ്സങ്ങളുണ്ട്. ആ നിയമ തടസ്സങ്ങൾ ഉള്ളതുകൊണ്ട് പാർട്ടിയുടെ ഒരു കോർഡിനേറ്റർ എന്ന നിലക്ക് ഞാൻ നിൽക്കാം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോടു കൂടി അതിനുവേണ്ടി രാജിവെച്ച് പാർട്ടിയിൽ ഒഫീഷ്യലായി ചേരുന്നതായിരിക്കും നല്ലത് എന്ന രീതിയിൽ ഞാൻ സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ഇത്രയും വലിയൊരു വിഷയം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഇന്ത്യയിലെ മലയോര മേഖലയിൽ ജീവിക്കുന്ന 13ഓളം സംസ്ഥാനങ്ങളിലെ ആളുകൾ കൂടി ഉള്ളൊരു വിഷയമാണ്. സ്വാഭാവികമായും ഇനി അതിന് സമയം കളയാതെ നിങ്ങൾ പാർട്ടിയുടെ ദൗത്യം ഏറ്റെടുക്കണം. അതുകൊണ്ട് നിങ്ങൾ പോയി രാജിവെക്കുക. നിങ്ങളുടെ ഈ MLA-ഷിപ്പ് കേരളത്തിലെ മലയോര മേഖലയിലെ പാവപ്പെട്ട ജനങ്ങൾക്കായി നിങ്ങൾ സമർപ്പിക്കുക. ആ സമർപ്പിക്കാൻ നിങ്ങൾ മുന്നോട്ട് വന്നാൽ ഉടനെ തന്നെ പാർട്ടി തലത്തിൽ അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കേരളത്തിലെ ലീഡർഷിപ്പുമായി ഞാൻ ബന്ധപ്പെടുകയും നിലമ്പൂരിൽ എന്നെ സ്ഥിരമായി എനിക്ക് പിന്തുണ നൽകുന്ന വ്യക്തികളുമായി സംസാരിക്കുകയും മലയോര മേഖലയിലെ ബിഷപ്പുമാരുമായി സംസാരിക്കുകയും കേരളത്തിലെ പ്രധാനപ്പെട്ട സാമുദായിക നേതാക്കളുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തു. ഇങ്ങനെയാണ് ഈ വിഷയം നിൽക്കുന്നത്. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഒറ്റക്കൊരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് മലയോര കർഷകരുടെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ അറിയുന്ന പ്രധാനപ്പെട്ട 3-4 ബിഷപ്പുമാർ, അപ്പോൾ അവരൊക്കെ ഒരു ഘട്ടത്തിൽ നമുക്ക് അങ്ങനെ വേണോ, അതല്ലാതെ നമുക്ക് എന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ള രീതിയിൽ എന്നോട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഞാനതിൻ്റെ കാര്യങ്ങൾ പരിപൂർണമായും വിശദീകരിച്ചു കൊടുത്തപ്പോൾ അങ്ങനെ ഒരു മുഖ്യമന്ത്രി പാർലമെൻറ്റിൽ ഈ വിഷയം ഏറ്റെടുക്കാൻ ഇത്രയും ധൈര്യത്തിൽ മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു ആവശ്യം അതാണെങ്കിൽ നിങ്ങളുടെ മനസാക്ഷിക്ക് വിടുകയാണ്, നിങ്ങൾ തീരുമാനിക്കുക എന്നാണ് പറഞ്ഞത്. ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു തീരുമാനമെടുക്കുകയും രാജിവെക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ 11-ാം തീയതി ആ രാജി ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് എൻ്റെ ഒഫീഷ്യൽ മെയിൽ വഴി അയച്ചു കൊടുക്കുകയും ഇന്ന് നേരിട്ട് ആ അയച്ച മെയിലിൻ്റെ ഹാർഡ് കോപ്പി കൈമാറുകയുമാണ് ചെയ്തത്. അതുകൊണ്ട് നമുക്കറിയാം, ഇപ്പോൾ ഇന്ന് ഞാൻ തുടങ്ങി വെച്ച പോരാട്ടം 1-ാം ഘട്ടത്തിൽ നിങ്ങൾക്കറിയാം, ഈ പറയുന്ന ADGP അജിത് കുമാർ, മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസ്, പിന്നീട് ഈ പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി, ഈ 3 ആളുകളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ആയിരുന്നു ഞാൻ ഈ വിഷയങ്ങൾ മുഴുവൻ ഉന്നയിച്ചിരുന്നത്. ഞാൻ അങ്ങനെ ഉന്നയിക്കാനുണ്ടായത് 2 സാഹചര്യമാണ്. ആ 2 സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ സാഹചര്യം സുജിത് ദാസിൻ്റെ ഇടപെടൽ മലപ്പുറം ജില്ലയിൽ, അദ്ദേഹം 3.5 വർഷക്കാലം അവിടെ SP ആയി നിന്നിരുന്ന കാലത്ത് അദ്ദേഹം ഏകപക്ഷീയമായിട്ടൊരു സമുദായത്തെ ക്രിമിനലുകളാക്കുന്നൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് പോകുന്നു. അനാവശ്യമായ കേസുകൾ, ഒരു ബൈക്കിൽ 3 ആൾ യാത്ര ചെയ്താൽ 3 ആളുകളുടെ പേരിൽ FIR ഇടുന്ന സാഹചര്യമുണ്ടാകുന്നു. എയർപോർട്ടുമായി ബന്ധപ്പെട്ട് ഈ രീതിയിലുള്ള വലിയ കള്ളക്കടത്ത് നടക്കുന്നു. നിരവധി തവണ ഞാൻ ഉത്തരവാദിത്തപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ളവരെ അത് ബോധിപ്പിച്ചാൽ, 1 തവണയും 2 തവണയല്ല. അതുപോലെ തന്നെ ക്യാമ്പ് ഹൗസിലെ മരമുറി പുറത്തു വന്ന സമയത്ത് ഞാനത് ഇൻറ്റിമേറ്റ് ചെയ്തതാണ്. ഇങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിൽ ഈ വിഷയങ്ങൾ ചർച്ചയായി, പാർട്ടിക്കുള്ളിൽ ചർച്ചയായി, പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളിൽ ചർച്ചയായി. പക്ഷേ ഒരു ആക്ഷനിലേക്കും ഇത് പോകാത്തൊരു ഘട്ടം വരുമ്പോൾ ഞാനിനി എന്ത് ചെയ്യണം എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും ആ പാർട്ടിയോട് 8 ചില്ലാനം വർഷമായി ആ പാർട്ടിക്ക് വേണ്ടി നിലനിന്നൊരു വ്യക്തി എന്ന നിലക്ക് ഉത്തരവാദിത്തപ്പെട്ട CPM-ൻ്റെ ലീഡർഷിപ്പിനോട് ഞാൻ ചോദിക്കേണ്ടായി.
അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഞാനിത് പബ്ലിക്കായി സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. അവർ പറഞ്ഞു ഈ ശശിയെയും അജിത് കുമാറിനെയും നിർത്തി ഇനി മുന്നോട്ട് പോയാൽ കേരളത്തിൽ പാർട്ടി ഉണ്ടാവില്ല അൻവറേ. ഞങ്ങൾക്കതറിയാം. കാരണം വലിയ പ്രയാസങ്ങളുണ്ട്. നിങ്ങൾ ഉന്നയിക്കുന്ന പാർട്ടി പ്രവർത്തകർക്ക്, ലീഡർമാർക്ക് പോലീസ് സ്റ്റേഷനിൽ കയറാൻ വയ്യ, മറ്റു ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നത് വസ്തുതയാണ്. പാർട്ടിയിൽ നിന്ന് ഞങ്ങൾക്ക് ഈ പരാതികൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾക്ക് പരിമിതികളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സജീവമായി പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ഒരു നേതാവാണ്. ആ നിലക്ക് നിങ്ങളെ പാർട്ടി സഖാക്കൾ നിങ്ങളത് കൺസിഡർ ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു മെമ്പർ അല്ലെങ്കിൽ പോലും നിങ്ങൾക്കത് പറയാനുള്ള ഞങ്ങളെക്കാളുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് നിങ്ങളത് പറയണം. ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ലീഡർഷിപ്പിൻ്റെയും കൂടെ നിർദ്ദേശപ്രകാരമാണ് ഞാനിത് പബ്ലിക്കായി പറയുന്നത്. അങ്ങനെയാണ് ഇന്ന് ഈ ഘട്ടത്തിൽ ഇത് എത്തി നിൽക്കുന്നത്. സ്വാഭാവികമായും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞിരുന്ന നേതാക്കന്മാർ പോലും പിന്മാറുന്ന ഘട്ടം വന്നു. അവർ പിന്മാറുന്നത് എപ്പോഴാണ്? ഞാൻ ഒരിക്കലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അതിലേക്ക് ഞാൻ ഒരിക്കലും ചേർത്ത് പറഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹത്തിന് ആ നിമിഷം വരെ, അദ്ദേഹം എന്നെ തള്ളിപ്പറയുന്നത് വരെ ഞാൻ മനസ്സിലാക്കിയത് ഈ പി ശശിയുടെയും അജിത് കുമാറിൻ്റെയും കോക്കസിൻ്റെ അകത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കുടുങ്ങിക്കിടക്കുകയാണ്. അദ്ദേഹം ഇതുകൊണ്ട് അദ്ദേഹത്തിന് എന്തൊക്കെയോ പ്രയാസങ്ങളുണ്ട്. ആ നിലക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ വിഷയത്തിൽ ഗൗരവമായൊരു ഇടപെടൽ നടത്തുമെന്നാണ് ഞാനും ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി ഒറ്റയടിക്ക് എന്നെ തള്ളിപ്പറയുകയും ഞാനാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് വരുത്തി തീർക്കുന്ന രീതിയിൽ അദ്ദേഹം സ്റ്റേറ്റ്മെൻറ്റ് നടത്തുകയും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ ഞാൻ നടത്തിയ പരാമർശം അവജ്ഞയോടെ തള്ളിക്കളയുന്നു എന്നാണ് പറഞ്ഞത്. നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും. അവജ്ഞയോടുകൂടി തള്ളിക്കളയുന്നു. ADGP അജിത് കുമാർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന് ക്ലീൻ ഷീറ്റ് നൽകിയായിരുന്നു ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം നൽകിയത്. അപ്പോഴാണ് എനിക്ക് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായും പിന്നീടുള്ള എന്താ പറയുക, എൻ്റെ അന്വേഷണവും കണക്കുകൂട്ടലുകളുമാണ് ഈ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലാണ് എന്നത്. മുഖ്യമന്ത്രി എന്നെ തള്ളിപ്പറയുകയും ഞാനതിനെ തിരിച്ച് കാര്യങ്ങൾ പറയുകയും ചെയ്തതോടുകൂടി എന്നെ സപ്പോർട്ട് ചെയ്തിരുന്ന ഈ പറയുന്ന CPMൻ്റെ ലീഡർഷിപ്പ് പിന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതാവാണ്. ആരാണോ എന്നെ ഇതിലേക്ക് നിയോഗിച്ചത് ആ ആളുകൾ പിന്നെ ഫോൺ എടുക്കാതാവുകയാണ്. ഞാൻ 2 ദിവസമേ ശ്രമിച്ചുള്ളൂ. 2ാമത്തെ ദിവസത്തോടു കൂടി ആ ഫോൺ വിളി ഞാൻ പരിപൂർണമായും നിർത്തി. കാരണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നില്ല എന്നും അവർ എന്താണ് ഉദ്ദേശിച്ചതെന്നും എനിക്ക് പരിപൂർണമായി ബോധ്യപ്പെടുകയാണ്. അവരുടെ ആവശ്യം ഇതൊരു പൊതു സമൂഹത്തിൻ്റെ ചർച്ചയിലേക്ക് കൊണ്ടുവന്ന് ആ ചർച്ച അങ്ങോട്ട് മുന്നോട്ട് പോയി പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന ആ സമയത്ത് തന്നെയാണ്. ഈ ഘട്ടത്തിൽ നിങ്ങൾ പറയണം പാർട്ടി സമ്മേളനം ആരംഭിക്കുകയാണ്, ഇത് ഗ്രൗണ്ടിൽ നിന്നാണ് ഈ ചർച്ചകൾ ഉയർന്നു വരേണ്ടത്, അതുകൊണ്ട് ഇനി നീട്ടിക്കൊണ്ടു പോരുത്, ഈ പാർട്ടിയെ നിലനിർത്താൻ അതല്ലാതെ മാർഗമില്ല എന്ന് പറഞ്ഞവരാരും പിന്നെ എൻ്റെ ഫോൺ എടുക്കില്ല, എന്നെ അറിയില്ല. അപ്പോൾ അതാണ് ഒരു ഭാഗം. അത് നിങ്ങൾക്ക് ചോദിക്കാം, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. അതാണ് ഒരു ഭാഗം. 2ാമത്തെ ഭാഗം എനിക്ക് ക്ലിയർ ചെയ്യാനുള്ളത്, ഞാൻ ഒരുപാട് പാപഭാരങ്ങളെ ചുമന്നാണ് നടക്കുന്നത്. ഒരുപാട് എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനമായും ഒന്ന്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ MLAക്കെതിരെ കേരളത്തിൻ്റെ നിയമസഭയിൽ ഞാൻ ഉന്നയിച്ച വലിയൊരു ആരോപണമാണ്. നിങ്ങളത് ഇനി അത് വിശദീകരിക്കുകയല്ലാതെ രക്ഷയില്ല. ഞാൻ ഉന്നയിച്ച സമ്മേളനത്തിൻ്റെ തൊട്ട് മുമ്പ്, ആ ഡേറ്റും മാസമൊന്നും ഞാൻ ഓർക്കുന്നില്ല ഏത് സമ്മേളനമാണ്, ആ സമ്മേളനത്തിൻ്റെ തൊട്ട് മുമ്പാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ചർച്ച വരുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെയും കുടുംബത്തിനെതിരെയും നിരന്തരമായ ആരോപണങ്ങൾ അന്ന് നിയമസഭയ്ക്ക് അകത്തും പുറത്തും നടക്കുകയാണ്. ബഹുമാനപ്പെട്ട കുഴൽനാടൻ MLA ഉൾപ്പെടെയുള്ളവർ നിരവധിയായ ആരോപണങ്ങൾ സഭയിൽ കൊണ്ടുവരുന്നുണ്ട്. സത്യത്തിൽ വ്യക്തിപരമായിട്ട് എനിക്ക് അന്നൊക്കെ ഭയങ്കര വിഷമവും ഇവരോടൊക്കെ ഭയങ്കര വിദ്വേഷവും ഉണ്ടായിരുന്നു. അതൊരു വസ്തുതയാണ്. കാരണം ഇതിലൊന്നും ഒരു അടിസ്ഥാനവും ഇല്ല. ഒരു മനുഷ്യനെ എന്താ പറയുക, ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് എന്താ പറയുക, ഏകാംഗമായി ആക്രമിക്കുകയാണ്. ഇങ്ങനെ ഒരു രാഷ്ട്രീയമുണ്ടോ എന്നൊക്കെ പല ഘട്ടത്തിലും എനിക്ക് തോന്നി നിൽക്കുന്നൊരു മാനസികാവസ്ഥയിലാണ്. ഈ ഘട്ടത്തിലാണ് പാർട്ടിയുടെ ലീഡർഷിപ്പ് മായി സംസാരിച്ചിട്ടാണ് എന്ന് പറയുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണ്, ഇങ്ങനൊരു വിഷയമുണ്ട്, അത് നമുക്ക് സഭയിൽ ഉന്നയിക്കണം എന്ന് പറഞ്ഞു. അന്ന് ആ സഭ പെട്ടെന്ന് എന്തോ ഒരു കാരണമുണ്ടായി വെച്ച ഡേറ്റിൻ്റെ ഒരു 3-4 ദിവസം മുമ്പ് സഭ ക്ലോസായി. അങ്ങനെ അത് കഴിഞ്ഞിട്ടുള്ള സഭ വരുമ്പോഴാണ് ഈ വിഷയം ഡ്രാഫ്റ്റ് ചെയ്ത്
എൻ്റെ അടുത്ത് തരികയും ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഇത്രയും ഒരു 150 കോടി രൂപ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ ഫണ്ട് എന്ന നിലക്ക് കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്, ഇന്ന രീതിയിലാണ് ഇത് വന്നിട്ടുള്ളത്, കൃത്യമായി എന്താ പറയുക ടൈപ്പ് ചെയ്ത് തന്നിട്ടാണ് MLA ഇത് ഉന്നയിക്കണം സഭയിൽ. അപ്പോൾ എനിക്കും ആവേശം വന്നു. സ്വാഭാവികമായി ഞാൻ ഈ ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് 150 കോടി രൂപ കൈക്കൂലി വാങ്ങിയ ഒരു പാർട്ടി ലീഡർഷിപ്പ് ഈ പറയുന്ന നിരപരാധിയായ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ഈ രീതിയിൽ സഭയിലിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലെനിക്കുണ്ടായ മാനസിക സംഘർഷം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന, ഞാൻ പലപ്പോഴും പറഞ്ഞു എൻ്റെ പിതാവിനെ പോലെ സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ്, അതൊരു യാഥാർത്ഥ്യമായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ ഒരു വാക്ക് വെച്ചത്, വേറെ ആരെങ്കിലും ഒഫീഷ്യൽ ഉത്തരവാദിത്തപ്പെട്ട MLA മാർ പാർട്ടിയുടെ ലീഡർഷിപ്പ് ആരെങ്കിലും ഉന്നയിക്കല്ലേ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ പി ശശി പറഞ്ഞു, അത് നിങ്ങൾ തന്നെ ഉന്നയിക്കണം, MLA ആണ് അതിന് ഫിറ്റായിട്ടുള്ള ആൾ, MLA കൃത്യമായിട്ട് പറയണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ സഭ അപ്പം ഞാൻ ചോദിച്ചു, ഇത് സഭാരേഖകൾ അത് സ്പീക്കറുമായി സംസാരിച്ച് പാർട്ടി അതിന് പെർമിഷൻ എടുത്തോളൂ. നിങ്ങളത് മനസ്സിലാക്കണം, ഞാൻ ആ ഉന്നയിച്ച ആരോപണം വെറുതെ വിളിച്ച് പറഞ്ഞല്ല. സ്പീക്കർക്ക് പരാതി നൽകി, ഉന്നയിക്കാനുള്ള വിഷയം സ്പീക്കർക്ക് നൽകി, വിത്ത് ദ പെർമിഷൻ ഓഫ് ദ സ്പീക്കറാണ് ഞാൻ സഭയിൽ ഉന്നയിച്ചത്. അപ്പോൾ ആ കാര്യങ്ങളും ചെയ്യുന്നത് ഈ പാർട്ടി ലീഡർഷിപ്പും ശശിയുമാണ്. അങ്ങനെയാണ് അന്ന് അവരത് പറയുമ്പോൾ എനിക്ക് ആ ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലും എൻ്റെ ഈ വ്യക്തിപരമായ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലും ആ പാർലമെൻറ്റ് ഇലക്ഷൻ്റെ മുമ്പുള്ള സമ്മേളനത്തിലാണ്, അതിൻ്റെ ഒരു 2, 3, 4, 5 മാസം മുമ്പാന്ന് തോന്നുന്നു എനിക്ക് ഇത് ഉന്നയിക്കപ്പെടുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വസ്തുത. അപ്പോൾ എന്നെ പാർട്ടി ഏൽപ്പിച്ച ഭാരം ഞാൻ ഡെലിവർ ചെയ്തു. അവർ പറയുന്ന, അവരെഴുതി തന്ന കാര്യങ്ങൾ ഞാൻ സവിസ്തരം, ഞാനൊരു വാക്ക് ചോദിച്ചു, ശശിയേട്ടാ ഇതിൽ കാര്യം ശരി തന്നെയല്ലേ? പൂർണ്ണമായിട്ടും ശരിയാണ് MLA, നിങ്ങൾ ധൈര്യമായി പറഞ്ഞോളുന്നവർ. പക്ഷേ പിന്നീട് അത് കഴിയുകയും അത് വിജിലൻസിൽ എൻ്റെ പ്രസംഗം എന്താ പറയുക ഒഫീഷ്യലായിട്ട് വിവരാവകാശ പ്രകാരം ഒരു വ്യക്തി ശേഖരിക്കുകയും അത് ശേഖരിച്ചതിന് ശേഷം ഇവിടുത്തെ ബഹുമാനപ്പെട്ട വിജിലൻസ് കോടതിയിൽ പരാതി നൽകുകയും ചെയ്യുകയാണ്. കോടതി അന്വേഷിക്കാൻ പറയുകയും പ്രൈമ ഫേസി അന്വേഷണം നടത്താൻ പറയുകയും ആ അന്വേഷണം നടത്തി ഇതിൽ വസ്തുത ഇല്ല എന്ന് പറഞ്ഞ് മടക്കി കൊടുത്ത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണിത്. പക്ഷെ അന്ന് എനിക്ക് വലിയ വികാരം ഉണ്ടായിരുന്നു, ഞാൻ പല ഘട്ടത്തിലത് പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ പിന്നീട് ഇപ്പോഴത്തെ ഒരു ഘട്ടം നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ശശി അന്ന് മുതലേ തുടങ്ങിയിരിക്കണം എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ലോക്ക് ചെയ്യണം എന്ന അദ്ദേഹത്തിൻ്റെ ആ പ്ലാനിങ്. അതിന് ആ ഘട്ടത്തിൽ ആരൊക്കെ അതിൻ്റെ പിന്നിലുണ്ടാകുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഇവിടുത്തെ കോൺഗ്രസ് ലീഡർഷിപ്പിൻ്റെ മുമ്പിൽ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിൻ്റെ മുമ്പിൽ എന്നെ ഏറ്റവും വലിയൊരു ശത്രുവാക്കാനുള്ള ഒരു ഗൂഢമായ ആലോചന അതിൻ്റെ പിന്നിൽ അന്നുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. എന്തായാലും സംഭവിച്ചത് അങ്ങനെയാണ്. അപ്പം എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് കേരളത്തിലെ 3.5 കോടി ജനങ്ങളോട് ഈ വിഷയത്തിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വിഷയത്തിൽ അദ്ദേഹത്തിനുണ്ടായ മാനഹാനിക്ക് ഞാൻ കേരള സമൂഹത്തോട് മാപ്പ് ചോദിക്കുകയാണ്, ആത്മാർത്ഥമായി മാപ്പ് ചോദിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്കും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കുമുണ്ടായ വിഷമത്തിൽ അവരോട് മാപ്പ് ചോദിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇതിൻ്റെ വസ്തുതകൾ മനസ്സിലാക്കി ഇത് ഉൾക്കൊള്ളണമെന്നും എൻ്റെ മാപ്പപേക്ഷ സ്വീകരിക്കണമെന്ന് അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ മറ്റൊരു ഭാഗം. ഇനി നമ്മുടെ മലയോര വിഷയവുമായി ബന്ധപ്പെട്ടാൽ ഇപ്പോൾ വരുന്ന ഈ ബില്ല് അമെൻമെൻറ്റ്, ഇത് കേരളത്തിലെ സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന അമെൻമെൻറ്റാണ്. ഇവിടെ സാധാരണ നിങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യാറുള്ളത്, മുഖ്യമന്ത്രി അടക്കം വനമന്ത്രി അടക്കം MLA ആയ ഞാനടക്കം ജനങ്ങളോട് ഈ വന്യമൃഗ ആക്രമണം ഉണ്ടാകുമ്പോൾ അവരെ സമാധാനിപ്പിക്കാൻ പറയുന്ന ഒരു മറുപടി എന്ന് പറയുന്നത്, നമുക്കിതിൽ പരിമിതിയുണ്ട്, ഇത് കേന്ദ്ര നിയമങ്ങളാണ്, അതുകൊണ്ടാണ് നമുക്കൊന്നും ചെയ്യാൻ കഴിയാതെ വരുന്നത് എന്ന് നമ്മൾ പറയാറുണ്ട്. അതങ്ങനെ തന്നെ നിൽക്കുകയാണ്. അതിനോടൊപ്പം ഇത് 961 സംസ്ഥാന ഗവൺമെൻറ് ഇവിടെ ഒരു വനനിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങൾക്കും അവരുടേതായിട്ടുള്ള വനനിയമമുണ്ട്. പക്ഷെ അത് കേന്ദ്ര നിയമത്തിനോട് യോജിക്കുന്നതായിരിക്കണം. ആ വനനിയമത്തിലാണ് ഇവിടെ ഭേദഗതി വരുത്തുന്നത്. അതിലേറ്റവും വലിയ ഭേദഗതി, നിങ്ങളിത് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. നിങ്ങളിത് മലയോര കർഷകരുടെ മാത്രം പ്രശ്നമായി കാണണ്ട. തിരുവനന്തപുരം ടൗണിൽ കുരങ്ങിനെ കൊണ്ട് ജീവിക്കാൻ വയ്യ എന്ന് ഇന്ന് രാവിലെ MLA ഓഫീസിൽ വന്ന ഒരാളെൻ്റെ അടുത്ത് പറയാണ്, സാറേ ഇത് വിടരുത് കേട്ടോ, ഞങ്ങളൊക്കെ ജനലും വാതിലും അടച്ചാൽ ജീവിക്കുന്നതെന്ന്. പന്നി, സെക്രട്ടേറിയറ്റ് വളപ്പില പന്നി,
അപ്പോൾ കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെയും ജീവിതം ദുസ്സഹമാക്കുന്ന അവസ്ഥയിലേക്ക് പോവാണ്. 1.5 കോടി ജനങ്ങൾക്ക് എന്തായാലും ജീവിക്കാൻ വയ്യ. അപ്പം ഇവിടെ ഫോറസ്റ്റിൻ്റെ ഒരു നിസ്സഹായാവസ്ഥ അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക ഈ ഒരു വിഷയത്തിലൊരു പിന്മാറ്റം നമ്മളെല്ലാ ഘട്ടത്തിലും കണ്ടിട്ടുള്ളതാണ്. അവരുടെ ആവശ്യം ജനങ്ങൾ പ്രതിസന്ധിയിലായി പ്രയാസത്തിലായി പശ്ചിമഘട്ടത്തിൽ നിന്ന് ഇറങ്ങണം എന്നാണ്. അതാണ് അവരുടെ ആവശ്യം. അപ്പോൾ ആ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് അധികമായ അധികാരം കൊടുക്കുകയാണ്. നിങ്ങളത് മനസ്സിലാക്കണം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് ഈ പറയുന്ന ലോ ആൻഡ് ഓർഡറിൽ ഇടപെടാനുള്ള ഒരു അധികാരവും ഇല്ല. ഫോറസ്റ്റ് ഓഫീസുമായോ ഡിപ്പാർട്ട്മെൻറ്റുമായോ ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു സമരം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ പോലീസിൽ ഇൻഫോം ചെയ്ത് പോലീസ് വന്നിട്ട് വേണം നടപടി സ്വീകരിക്കാൻ. പക്ഷേ ഈ അമെൻമെൻറ്റ് എന്ന് പറയുന്നത് പോലീസിനുള്ള അതേ അധികാരം ഫോറസ്റ്റിലേക്ക് കൈമാറുകയാണ്. എക്സ്ട്രാ അഡീഷണൽ പവേഴ്സ് ദേ ആർ ഗിവിങ് ടു ദ ഫോറസ്റ്റ്. അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതിന് പറയുന്നത് എന്താണ്? ഈ ഫോറസ്റ്റിൻ്റെ ഏരിയകളിലൊക്കെ വലിയ ഗാങ്ങുകളുണ്ട്. അവരുടെ ആക്രമണത്തിൽ നിന്ന് ഇവരെ രക്ഷിക്കുക. ഗ്യാങ് എന്നുള്ള വാക്കാണ്. നിങ്ങൾ ആ ഇംഗ്ലീഷ് അവിടെ ഇതെടുത്ത് വായിക്കണം, എന്താ പറയുക, അമെൻമെൻ്റ് എടുത്ത് വായിക്കണം. ഗ്യാങ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ഗുണ്ടാസാണ് ഗ്യാങ്. മലയോര മേഖലയിൽ ജീവിക്കുന്നവരെ ഗ്യാങ് എന്ന് ഉപയോഗിച്ചുകൊണ്ടാണ് അമെൻമെൻറ്റ് ചോദിക്കുന്നത്. ആ അമെൻമെൻറ്റ് ഇവിടെ പാസ്സായാൽ ഇപ്പം നടക്കുന്ന രീതിയിൽ ഒരു സമരം നടത്താനോ ജനങ്ങൾക്ക് പ്രതിഷേധിക്കാനോ സാധിക്കില്ല. നേരിട്ട് അറസ്റ്റ് ചെയ്ത് ഫോറസ്റ്റ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവരെ റിമാൻഡ് ചെയ്യാനുള്ള അധികാരം കൂടിയാണ് കൊടുക്കുന്നത്. ഇതാരാ പാസ്സാക്കുന്നത്? ഇവിടെ മന്ത്രിസഭ ചർച്ച ചെയ്തിട്ടാണ് ഈ കരട് പ്രഖ്യാപിക്കുന്നത്. മലയോര മേഖലയിലെ ജനങ്ങളുടെ എന്താ പറയുക കാവൽക്കാരെന്ന് പറയുന്ന മാണി കോൺഗ്രസിൻ്റെ മന്ത്രിമാരുൾപ്പെടെയാണ് ഇതിനെ റെക്കമെൻഡ് ചെയ്ത് ഒപ്പിട്ടിരിക്കുന്നത്. എങ്ങനെ നമുക്കത് വിശ്വസിക്കാൻ കഴിയും? ഈ വിഷയം ഇത്രയും സജീവമായത് നിങ്ങൾക്കറിയാം എൻ്റെ ഒരു അറസ്റ്റോട് കൂടിയാണ്. എനിക്കൊരു ദിവസം ജയിൽവാസം കിടക്കേണ്ടി വന്നാലും നിങ്ങളടക്കമുള്ള കേരളത്തിലെ മുഴുവൻ ആളുകളും ഇതിനെക്കുറിച്ച് അലർട്ടായിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിഷയം അതീവ ഗൗരവമാണ്. ഒരു കാരണവശാലും ഈ ബില്ല് ഈ നിയമസഭയിൽ അമെൻമെൻറ്റ് വരാൻ പാടില്ല. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കളോട് ഈ വിഷയത്തിൽ പറയാനുള്ളതാണ്, വരാൻ പാടില്ല. ഇനി ദിവസങ്ങളേ ഉള്ളൂ. അതിശക്തമായ കേരളത്തിനെ മുഴുവൻ എന്താ പറയുക സ്തംഭിപ്പിച്ചുകൊണ്ട് ഗവൺമെൻറ്റിനെ കൊണ്ട് ആ ബില്ല് പിൻവലിക്കുന്ന നിലപാട് സ്വീകരിക്കേണ്ട നടപടി ബഹുമാനപ്പെട്ട പ്രതിപക്ഷം ഇവിടെ ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ഈ രാജി പ്രഖ്യാപിക്കുന്ന സദസ്സിൽ പറയാനുള്ളത്. മൂന്നാമത്തെ കാര്യം, പിന്നെ നിങ്ങളുടെ അടുത്ത ആകാംക്ഷ, നിലമ്പൂരിൽ മത്സരിക്കുമോ? ഞാൻ മത്സരിക്കുന്നില്ല. ഞാൻ നിലമ്പൂരിൽ UDF നടത്തുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഞങ്ങളുടെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് നിരുപാധികമായിട്ടുള്ള പിന്തുണ കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. നിരുപാധികമായ പിന്തുണ. കാരണം ഇവിടെ ഈ സർക്കാരിൻ്റെ അവസാനത്തിൽ നടക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പ് പിണറായിസത്തിനെതിരെയുള്ള അവസാനത്തെ ആണിയായി ഇത് മാറേണ്ടതുണ്ട്. ഞങ്ങൾ ഔദ്യോഗികമായി ബഹുമാനപ്പെട്ട സ്പീക്കർ സ്വീകരിച്ചു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട മമതാ ബാനർജിയെ ബംഗാളിൽ പോയി കണ്ട് ഞാൻ നേരിട്ട് ഈ പറയുന്ന മെമ്പർഷിപ്പ് സ്വീകരിച്ചതിന് ശേഷം ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഇതിനെ എന്താ പറയുക സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും ഇപ്പോൾ ഈ വിഷയത്തിൽ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന മലയോര കർഷകരുടെ മുഴുവൻ പിന്തുണയും ആർജിച്ചുകൊണ്ട് പിണറായിസത്തിൻ്റെ അവസാനം നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഈ ബൈ ഇലക്ഷനിലായിരിക്കും. അതുകൊണ്ട് പരിപൂർണമായ പിന്തുണ അവർക്ക് കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കണം, ഇനി എത്ര ദിവസമല്ലേ ഈ പിണറായിസം? 482 ദിവസമാണ് ഇനി ബാക്കിയുള്ളത്. ആരും അധികം കൊമ്പൊന്നും കോർക്കണ്ട. 482 ദിവസം അതിൻ്റെ കൗണ്ട് ഡൗൺ ആരംഭിക്കുകയാണ്. ഇന്ന് തുടങ്ങുകയാണ്. PV അൻവർ പാർട്ടിയിൽ നിന്ന് പോയിട്ട് ഒരു രോമം പോയില്ലല്ലോ എന്ന് പറഞ്ഞവരുണ്ട്. അത് നമുക്ക് കാണാൻ പോകുന്ന പൂരമാണ്. അപ്പോൾ കേരളത്തിൽ നമുക്കറിയാം DIC ഉണ്ടായതിന് ശേഷം ഒരു 30% ആളുകൾ DIC തിരിച്ച് കോൺഗ്രസിലേക്ക് വന്നപ്പോൾ ഞാനുൾപ്പെടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്കാറ്റേഡായി കിടക്കുകയാണ്. അവരൊക്കെ പല പാർട്ടിയിലുമായി പോയി, പലതിലും രാഷ്ട്രീയ പ്രവർത്തനം നിർത്തി. ഇവരെയൊക്കെ സ്വരൂപിക്കും. പല വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് നിൽക്കുന്നവരുണ്ട്, അവജ്ഞ അനുഭവിച്ച് നിൽക്കുന്നവരുണ്ട്. പിണറായിസത്തിനെതിരെ നിലപാട് സ്വീകരിക്കാത്തതിൻ്റെ പേരിൽ പാർട്ടിക്കുള്ളിൽ മൗനികളായി നിൽക്കുന്ന ആയിരക്കണക്കിന് സഖാക്കളുണ്ട്.
ഇവരെ മുഴുവൻ കൂട്ടി യോജിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഇവിടെ ഉണ്ടാകും. ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും. അതിൽ എനിക്ക് നിലമ്പൂരിലെ കാര്യത്തിൽ കേരളത്തിലെ പ്രതിപക്ഷ UDF നേതൃത്വത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്, നിലമ്പൂർ ഒരു മലയോര മേഖലയാണ്. സ്വാഭാവികമായിട്ടും ആ മലയോര മേഖലയിൽ മത്സരിപ്പിക്കുന്ന സ്ഥാനാർത്ഥി ആ മലയോര മേഖലയിൽ നിന്നുള്ള കൃത്യമായി ഈ വിഷയങ്ങൾ അറിയുന്ന ഒരു വ്യക്തിയായിരിക്കണം. തീർത്തും നമുക്കറിയാം, കാസർഗോഡ് തൊട്ട് തൃശ്ശൂർ വരെ വരുന്ന മലബാർ 73 നിയമസഭാ സീറ്റുകളുണ്ട്. ആ 73 നിയമസഭാ സീറ്റിൽ പകുതിയിലധികം മലയോര മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഈ മലയോര മേഖലയിലുള്ളത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. അവരാണ് ഈ വന്യമൃഗശല്യത്തിൻ്റെ ഏറ്റവും വലിയ അവരെയാണ് ഇത് ബാധിക്കുന്നത്. പലരും വിറ്റുപോകാൻ നിൽക്കുക കിട്ടുന്ന വിലക്ക്. സ്വാഭാവികമായും സണ്ണി ജോസഫ് നമുക്കറിയാം, നിയമസഭയിൽ എല്ലാ നിയമസഭാ സമ്മേളനത്തിലും അദ്ദേഹം ഈ വിഷയം ഉന്നയിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ സ്വാഭാവികമായും രാജിവെച്ച് ഒഴിയുമ്പോൾ ആ മലയോര മേഖലയിലെ ക്രൈസ്തവ കമ്മ്യൂണിറ്റിയിൽ ഈ വിഷയത്തെ നേരിട്ട് അനുഭവപ്പെടുന്ന അഡ്രസ്സ് ചെയ്യുന്ന ഒരു വ്യക്തി അവിടെ സ്ഥാനാർത്ഥിയാകണമെന്ന ഒരു റിക്വസ്റ്റ് ഡിമാൻഡ് UDFന് മുമ്പിൽ വെക്കുകയാണ്. എന്താണ് റിക്വസ്റ്റ് ഡിമാൻഡ്? നിലമ്പൂരിൽ തന്നെയുള്ള DCC പ്രസിഡന്റ് ശ്രീ VS ജോയ് ഈ വിഷയത്തിൽ എപ്പോഴും എന്നോട് ഇൻറ്ററാക്ട് ചെയ്യുന്ന വ്യക്തിയാണ്. കാരണം ജോയ് താമസിക്കുന്ന ഈ കാട്ടിൻ്റെ ഉള്ളിലാണ്. ജോയിൻ്റെ വീട്ടിൻ്റെ മുന്നിൽ ആനയാണ്, ഇപ്പുറത്ത് പന്നിയാണ്, അപ്പുറത്തേക്ക് ഇറങ്ങിയാൽ കാട്ടിയാണ്, ഇപ്പുറത്തേക്ക് ഇറങ്ങിയാൽ സിംഹമാണ്. പലപ്പോഴും ജോയ് എന്നോട് പറഞ്ഞു, അൻവർക്ക നമ്മളിവിടെ വിറ്റ് പോകുന്നത് ശരിയല്ലല്ലോ, നമ്മൾ വിറ്റ് ടൗണിലേക്ക് പോകുകയെന്ന് പറഞ്ഞാൽ അതൊരു ബാഡ് മെസ്സേജ് അല്ലേ, ജീവിക്കാൻ വയ്യട്ടോ, കുട്ടികളെ ഹോസ്റ്റലിൽ കൊണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി കൂടിയാണ് ആര്? ഈ പറയുന്ന DCC പ്രസിഡന്റ് ജോയ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മേഖലയിൽ ക്രിസ്ത്യൻ മൈനോറിറ്റി വിഭാഗം ഏറ്റവും ഭൂരിപക്ഷം ജീവിക്കുന്ന ഈ മലയോര മേഖലയിൽ മലബാറിൽ ആ കമ്മ്യൂണിറ്റിക്ക് അനുഭവിക്കുന്ന ഒരു വിഷയമെന്ന നിലക്ക്, ആ കമ്മ്യൂണിറ്റിയുടെ കൂടി ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്ന നിലക്ക് DCC പ്രസിഡന്റ് V ജോയിയെ ഇതിൽ ഉൾപ്പെടുത്തണമെന്ന ഒരു റിക്വസ്റ്റാണ് എനിക്ക് ഈ വിഷയത്തിൽ വെക്കാനുള്ളത്. ഏത് CPM നേതാവാണ് താങ്കളോട് ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ നേരത്തെ നിർദ്ദേശിച്ചിരുന്നത്? അല്ല, അങ്ങനെ ഞാനത് പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു ഏർപ്പാടല്ലേ. അല്ല, അത്രേ പറയാൻ പറ്റുള്ളൂ. അല്ല, അതൊക്കെ അവര് ഒരു മിനിറ്റ് അല്ല, അതിൽ ഞാൻ എൻ്റെ നയം വ്യക്തമാക്കാം. അതിലെൻ്റെ നയം എന്ന് പറയുന്നത് അത് തീർത്തും അവരുടെ വ്യക്തിപരമായി എന്നെ വിശ്വസിച്ച് പറഞ്ഞതാണ്. അവരെന്നെ വഞ്ചിച്ചു എന്നുള്ളത് ശരിയാണ്. അതേ അർത്ഥത്തിൽ അത് തിരിച്ച് ഞാൻ പറയുക എന്ന് പറയുന്നത് എൻ്റെ സംസ്കാരത്തിനും എൻ്റെ വ്യക്തിപരമായ വിശ്വാസത്തിനും അത് യോജിക്കാത്തത് കൊണ്ട് ആ ആളുകളെ നമ്മളതിൽ വെളിപ്പെടുത്തുന്നില്ല. അങ്ങനെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറ്റാം. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണല്ലോ, അങ്ങനെയാണല്ലോ വന്നത്. പ്രതിപക്ഷ നേതാവിനെതിരായ ആരോപണത്തിൽ മാപ്പ് പറഞ്ഞു. താങ്കൾ നേരത്തെ ഉന്നയിച്ച ഇതുപോലെ ഇപ്പോൾ പറയുന്ന കാര്യങ്ങളും നേരത്തെ വാടകയ്ക്ക് പറഞ്ഞതുപോലെ സമാനമാണെന്ന് ആളുകൾക്ക് തോന്നില്ലേ? അതിനു മുമ്പ് കേട്ടില്ല ക്വസ്റ്റ്യൻ മനസ്സിലായി. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരെ കാര്യത്തിൽ മാപ്പ് പറഞ്ഞു. ഇപ്പോൾ P ശശിയെതിരെ അടക്കമുള്ളവർക്കെതിരെ ഉന്നയിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് തെറ്റൊന്നും ചെയ്തിട്ടില്ല, തന്നെ കൊണ്ട് ചെയ്യിച്ചതാണെന്നുള്ള ഇപ്പോഴുള്ള തുറന്നു പറച്ചിൽ ഇത് UDFിലേക്ക് എത്താനുള്ള ഒരു വഴിയാക്കി താങ്കൾ കാണുന്നതാണെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ തെറ്റു പറയാൻ പറ്റില്ല. അവരങ്ങനെ വിചാരിക്കട്ടെ, അതിനെ നിർത്തില്ലല്ലോ, അവരെ വിചാരം മാറ്റാൻ പറ്റില്ല. നേതൃത്വം അറിഞ്ഞുകൊണ്ടാണോ താങ്കൾ വളരെ സമുന്നത മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും അതിൽ ഉറച്ചു നിന്നുകൊണ്ട് അത് ആവർത്തിക്കുകയും ചെയ്തത്? ഞാൻ ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുകയാണ്. ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾ ഇപ്പോഴും ഭൂമിയിൽ നിലനിൽക്കുകയാണ്. പറഞ്ഞ ആരോപണങ്ങളൊക്കെ പോട്ടെ, ഞാൻ ഡോക്യുമെൻ്റ് കൊടുത്ത കാര്യമാണ്, വിജിലൻസിന് കൊടുത്ത ഡോക്യുമെൻ്റാണ് ADGP അജിത് കുമാറിൻ്റെ സ്വത്ത് സമ്പാദനം. ആ ഫയൽ വിജിലൻസ് ഡയറക്ടർ മാറ്റിയിരിക്കുകയാണ്. ഞാനത് ഈ കള്ള റിപ്പോർട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ ഈ റിപ്പോർട്ടിൽ ഒപ്പിടുന്നവൻ പോലും കേരളത്തിൻ്റെ ഹൈക്കോടതിയിൽ കയറേണ്ടി വരും, ജയിലിലും പോകേണ്ടി വരും. ഞാൻ കൊടുത്ത ഡോക്യുമെൻറ്റിനെ വളച്ചൊടിച്ചൊരു റിപ്പോർട്ടാണ് കൊടുത്തത്. അതുകൊണ്ട് അദ്ദേഹം മടക്കിയത്. അദ്ദേഹത്തിനറിയാം അദ്ദേഹത്തിന് സമാധാനം പറയേണ്ടിയിരുന്നത്. ഞാൻ അദ്ദേഹത്തിന് ഉൾപ്പെടെയുള്ളവരോട് പറഞ്ഞാണ്, ആരാണോ ഇതിൽ കളിക്കുന്നത് ആ ബാക്കിയുള്ള തെളിവ് വെച്ച് റിപ്പോർട്ട് കൊടുക്കട്ടെ. ഹൈക്കോടതിയിൽ ഞാൻ പോകും, ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിൽ ഞാൻ ഇടപെടുന്നു പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ക്ലീൻ ചീറ്റ് കൊടുത്ത വിജിലൻസ് ഡയറക്ടറുടെ റിപ്പോർട്ട് ഡയറക്ടർ മടക്കിയിരിക്കുന്നത്. ഇപ്പോൾ അവരുപയോഗിച്ച വാക്ക് ഉന്നത ശ്രേണിയിലുള്ള നേതാക്കന്മാരെന്നാണ്. ഞാൻ ചോദിക്കട്ടെ, സാധാരണ ശ്രേണിയിലുള്ള ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ ഈ പണിക്ക് ഞാൻ ഇറങ്ങുമോ? അത്ര വിവരക്കേടൊന്നും എനിക്കില്ലല്ലോ. അല്ല, ഞാൻ പറയട്ടെ,
അപ്പോൾ സ്വാഭാവികമായിട്ടും അല്ല, പേര് മറച്ചു വയ്ക്കുന്നത് എൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഞാനതിൽ അങ്ങേയറ്റം പോരാട്ടം നടത്തിയ, മറ്റതിൽ നമ്മൾ ഒരു പോരാട്ടം, ഒരു എൻക്വയറി നടത്തിയിട്ടില്ല. ഞാൻ ADGP അജിത് കുമാറും P ശശിയുമായി ഈ പറയുന്ന സാജൻ സക്കറിയ വിഷയത്തിലാണല്ലോ ഞാൻ ഉടക്കുന്നത്. ആ സാജൻ സക്കറിയ വിഷയത്തിൽ അവരെ ഉടക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇഫ് സംതിങ് സംവെയർ ഈസ് റോങ്. അതിനുശേഷമാണ് ഞാൻ വ്യക്തിപരമായി ഈ അന്വേഷണമായി പോകുന്നത്. ഈ അന്വേഷണങ്ങൾ നടത്തി എനിക്ക് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ലീഡർഷിപ്പുമായി ഞാൻ സംസാരിക്കുന്നത്. ആ ഘട്ടത്തിലാണ് അവർ പറയുന്നത് നിങ്ങൾ ഈ വിഷയം ഉന്നയിക്കണമെന്ന്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഒരുത്തൻ ജയിലിൽ കിടക്കുന്നുണ്ടല്ലോ ഇവിടെ എറണാകുളത്ത്, ബോബി ചെമ്മണ്ണൂർ. എന്താ ചെയ്ത കുറ്റം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, നമ്മളതിലേക്ക് കിടക്കുന്നില്ല. അതിലും വലിയ മാരകമായ കുറ്റം ചെയ്ത, രാജ്യദ്രോഹ കുറ്റം ചെയ്ത ഒരുത്തൻ ഇപ്പോഴും അവിടെ ഇരുന്നിട്ട് വിളമ്പുകയാണ് അല്ലേ? വല്ല നിയമമുണ്ടോ? വല്ല IT ആക്റ്റും ഉണ്ടോ? ആ നിയമത്തിൻ്റെ എല്ലാ നൂലിഴകൾ കീറി മുറിച്ച് സുപ്രീം കോടതിയിൽ ഏറ്റവും ലീഗൽ ഒപ്പീനിയൻ നൽകുന്ന സീനിയർ ലീഗൽ ഒപ്പീനിയൻ വാങ്ങിയിട്ട് കൂടിയാണ് കൊടുക്കുന്നത്. ഇന്ന പ്രകാരം ഇവൻ ഇതിന് കുറ്റവാളിയാണ്. 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 66F പ്രകാരം അവനെ കേസെടുക്കാം. ആ കേസെടുത്താൽ അത് നോൺ ബെയിലബിളാണ്, അത് IT ടെററിസമാണ് എന്ന് ഡൽഹിയിലെ സുപ്രീം കോടതിയിൽ പോകുന്ന സീനിയർ ലോയർമാർ ഒപ്പീനിയൻ കൊടുത്ത കേസിലാണ് അവന് നടക്കുന്നത്. അപ്പം ഇവിടുത്തെ ഇരട്ടത്താപ്പ് എന്ത് താപ്പാ എന്ന് പറയാം, എന്ത് താപ്പാ പറയാം. അപ്പം ഇതാണ് ഇതിലെ മൊത്തത്തിലുള്ള സ്ഥിതി. ഞാനിപ്പോൾ തൽക്കാലം ജയരാജേട്ടനെയും അത് പറഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട ഒരാളെയും പേര് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൽ നിന്നുള്ളൊരു ബെനിഫിറ്റ് എനിക്ക് വേണ്ട. അതുകൊണ്ടൊരു ക്ഷീണം അവർക്കുണ്ടാണ്. എൻ്റെ ബെനിഫിറ്റ് പോയിക്കോട്ടെ, അവർക്ക് അതുകൊണ്ടൊരു ക്ഷീണം ഉണ്ടാവണ്ട. നിങ്ങൾ ഏത് ജയരാജനെയാണോ മനസ്സുകൊണ്ട് ഉദ്ദേശിച്ചത് ആ ജയരാജനെ നിങ്ങൾ കാണുക. ഞാനിതെന്ത് ചെയ്യണം? അല്ല, അതിൽ ആകെ കൺഫ്യൂസ്ഡാണ്, എല്ലാവരും കൺഫ്യൂസ്ഡാണ്. മുഖ്യമന്ത്രി എന്നെക്കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ പുള്ളി രാവിലെ സ്റ്റേറ്റ്മെൻറ്റ് നടത്തി, ഞാൻ വൈകിട്ട് പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഇവരൊക്കെ എന്നെ കാല് പിടിച്ചു, നിങ്ങളിപ്പോൾ പറയില്ലേ നമുക്ക് നോക്കാം, വിൽ ടേക്ക് കെയർ, നമുക്ക് പാർട്ടിയിൽ ഡിസ്കസ് ചെയ്യാം. ഞാൻ പറഞ്ഞു എനിക്ക് ഒരു നിമിഷം നിൽക്കാൻ പറ്റില്ല, എന്നെ കള്ളനാക്കിയിരിക്കണം, ബാക്കിയൊക്കെ സഹിക്കും. ഞാൻ പറഞ്ഞത് മുഴുവൻ അവജ്ഞയോടെ തള്ളുന്നു P ശശിയെ പറ്റി, കാട്ടുകള്ളനെ പറ്റിയിട്ട്. അതിനർത്ഥം എന്താ? ഞാൻ അതിലും വലിയ കള്ളനാന്നല്ലേ? ADGP അജിത് കുമാർ പൊന്നും മോന്, അദ്ദേഹത്തെക്കുറിച്ച് എന്തായി പറയുന്നത്? അപ്പോൾ അതിൻ്റെയൊക്കെ റിവേഴ്സ് മീനിങ് എന്താ? ഞാനാണ് ഈ പറഞ്ഞ മുഴുവൻ കള്ളൻ. പിന്നെ എനിക്കെന്താ ആകാശം ഭൂമി നോക്കേണ്ട കാര്യമുണ്ടോ? നമ്മളൊരു വളരെ സതുദ്ദേശത്തിൽ ഇറങ്ങിയ ഒരു വിഷയത്തിൽ എന്നെ ഒരൊറ്റ അടിക്ക് അടിച്ചിടാം. പിന്നെ പറഞ്ഞ എന്താണ്, ഗവർണർ കേസ് പറ്റീഷൻ കൊടുത്തിട്ടുണ്ട്, മറ്റേ ഫോൺ ചോർത്തൽ അതും വരുന്നുണ്ട്, ഇങ്ങനെ ഭയപ്പെടുത്തൽ. ഇപ്പോൾ പിടിച്ച് ജയിലിലിട്ടല്ലോ. ഇനിയിപ്പോൾ ഞാൻ ഇന്നത്തോടു കൂടി എന്താ എല്ലാ പ്രിവിലേജും പോവാണ്. പലരും പറഞ്ഞതാ. ഞാൻ എന്താ പറയുക, ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിലും കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെയും പ്രൊട്ടക്ഷന് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഒരു പ്രിവിലേജിൻ്റെ പുറത്തുള്ള ഒരു പ്രൊട്ടക്ഷനും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഈ 1.5 കോടി മലയോര മേഖലയിലെ ജനങ്ങൾക്ക് എൻ്റെ ഈ രാജി കൊണ്ട് ഈ നിയമസഭയിൽ വരുന്ന ഈ ബില്ല് പിൻവലിക്കപ്പെട്ടാൽ അത് മതി എനിക്ക്. എൻ്റെ ഞാൻ പറയട്ടെ, എൻ്റെ 45 ഞാൻ 9ാം ക്ലാസ്സിൽ നിന്ന് ക്ലാസ് ലീഡറായി 1979 തുടങ്ങിയ പൊതുപ്രവർത്തന. ആ 45 കൊല്ലത്തെ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു അസറ്റ് എന്ന് പറയുന്നത് ഈ 3 അക്ഷരമായിരുന്നു. ആ 3 അക്ഷരമാണ് ഈ 1.5 കോടി ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നത്. അതിലെനിക്ക് ഒരു പേടിയില്ല. താങ്കൾ ഒരു ചാവേർ എന്ന കണക്കാണല്ലോ ശശി എഴുതിയിട്ടുന്ന ടൈപ്പ് ചെയ്തുന്ന സാധനം വിളിച്ചു പറഞ്ഞത് പ്രതിപക്ഷത്തിനെതിരെ. അതുമാത്രമല്ല, താങ്കൾ CPM-ന് വേണ്ടി ഈ സൈബർ ഹാൻഡിലൂടെ ഒക്കെ വലിയ തോതിലുള്ള ആക്രമണങ്ങളും അധിക്ഷേപങ്ങളും അഴിച്ചുകൂടിയിരിക്കും. ഇതൊക്കെ ഇപ്പോൾ ഖേദമുണ്ടോ? അല്ല, അങ്ങനെ ഈ കാര്യത്തിൽ എനിക്ക് ഖേദമുണ്ട്. ഈ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ വിഷയം അതാണ് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സംഗതി. മറ്റതൊക്കെ രാഷ്ട്രീയപരമായിട്ട് എന്താ പറയുക, നമ്മൾ ആ ഘട്ടത്തിൽ ഓരോ രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതിലൊന്നും വേറെ ആരുടെയും ഒരു ഇൻഫ്ലുവൻസ് ഇല്ല. എനിക്ക് എൻ്റെ ബോധ്യങ്ങളാണ് ഞാൻ ആ കാര്യങ്ങളന്ന് പ്രതികരിച്ചത്. എനിക്ക് എൻ്റെ കാര്യവും എൻ്റെ പാർട്ടിയുമായി ആലോചിച്ച് നമ്മളുടെ പാർട്ടി നിലപാടിൻ്റെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. ആ നിലപാടാണ് നമ്മൾ പറയുന്നത്. UDF ആണ് UDFൻ്റെ നിലപാട് എന്താ പറയുക വിവരിക്കേണ്ടത്. അതിലിപ്പോൾ എനിക്ക് ഇടപെടാൻ പറ്റില്ലല്ലോ. നമ്മൾ നിരുപാധിക പിന്തുണ, ജയിലിൽ നിന്ന് ഇറങ്ങിയ അന്ന് നിരുപാധിക പിന്തുണ കൊടുത്ത് ഈ പിണറായിസത്തെ കേരളത്തിൻ്റെ മണ്ണിൽ അവസാനിപ്പിക്കാൻ 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. 123 സീറ്റിലാണ് അന്ന് UDF ലീഡ് ചെയ്തത് 2019. ആ 123 നിയമസഭാ മണ്ഡലം
കേരളത്തിൽ UDF ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ 26 തെരഞ്ഞെടുപ്പിൽ നേടുന്ന രാഷ്ട്രീയ പ്രക്രിയക്ക് അണ്ണാരക്കണ്ണന് എന്താ പറ്റുക എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. നിലമ്പൂരിൽ ഈ പറയുന്ന ജോയി അവിടെ നിർത്തി മത്സരിപ്പിച്ച നിങ്ങൾ എഴുതി വെച്ചോ, 30,000 തൊട്ട് 40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ നിലമ്പൂരിൽ നിന്ന് ജോയി ജയിച്ച് കയറുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് കാണാൻ കഴിയും. അത് നിലമ്പൂർ ഞാൻ രാജിവെച്ച ഒഴിവില്ല, അപ്പൊ അവിടെ എനിക്ക് ചെറിയൊരു സേ ഉണ്ടാവും. അങ്ങനെ കിട്ടിയാൽ മതി. കത്ത് കൊടുക്കണം. കാരണം മുന്നണി ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും, പക്ഷെ മുന്നണി ചില മര്യാദകൾ ഉണ്ടാവും. അപ്പോൾ അത് നൽകുമോ? അത് ആദ്യമേ എനിക്ക് സ്പീക്കർ എൻ്റെ രാജി സ്വീകരിക്കണം. രാജി സ്വീകരിച്ച് കഴിഞ്ഞാലേ എനിക്ക് തൃണമൂൽ കോൺഗ്രസ്സിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പം ഞാനൊരു മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല, കാരണം ഇങ്ങനെ ഒരു ലീഗൽ ഇഷ്യൂ നിൽക്കുന്നതുകൊണ്ട്. അപ്പോൾ സ്വാഭാവികമായും ബഹുമാനപ്പെട്ട സ്പീക്കർ രാജി സ്വീകരിച്ച് കഴിഞ്ഞാൽ മെമ്പർഷിപ്പ് സ്വീകരിക്കും. മെമ്പർഷിപ്പ് സ്വീകരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിലവിലുള്ള ലീഡർഷിപ്പുമായി കൂടി ആലോചിച്ചിട്ട് എന്ത് വേണമെന്നൊരു ആലോചന നടത്തും. ആ ആലോചനയിൽ കത്ത് കൊടുക്കണമെന്നാണ് തീരുമാനമെങ്കിൽ ആ കത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പോൾ UDF കൊടുക്കും. ഇനി ഞാൻ പിന്തുണച്ചാൽ തന്നെ ഒരു മിനിറ്റ് ഇനി അല്ല, അപ്പം ഇനി ഞാൻ പിന്തുണച്ചാൽ തന്നെ എനിക്കതെല്ലാം അവിടെ വോട്ടില്ല. എനിക്ക് എറണാകുളത്തിലാണ് വോട്ട് ചെയ്യേണ്ട എൻ്റെ ആളുകൾ അവിടെ ഉണ്ടല്ലോ. അതെന്താവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അല്ല, അദ്ദേഹം കഥ എഴുതണം. എന്തിനാ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്നത്? അയാൾ കഥ എഴുതുകയാണ്. പ്ലീസ്. ഇനിയുള്ള ഇപ്പോൾ പറയാം, ഒരു ഇലക്ഷനിലേക്ക് ഇനി പോകണമെങ്കിൽ നാളെ രാവിലെ തൊട്ട് ഞാൻ അതിൻ്റെ പണിക്കിറങ്ങണം. എനിക്ക് എൻ്റെ സ്ഥാനം ഉറപ്പിക്കാനാണെങ്കിൽ ഇപ്പം എൻ്റെ സ്ഥാനം കൈവിടേണ്ട കാര്യമില്ലല്ലോ. എൻ്റെ ഉദ്ദേശം ഈ 140 മണ്ഡലങ്ങളിലെ ഈ വനമേഖലയിൽ പ്രത്യേകിച്ചും ഈ 10-60 നിയമസഭാ മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ച് 100 കണക്കിന് കർഷക സംഘങ്ങളുണ്ട് അവിടെ. SC ST വിഭാഗം, ST വിഭാഗം, ഒരുപാട് സംഘടനകളുണ്ട്. ഇവരെല്ലാം ക്രോഡീകരിക്കുന്ന ഒരു രാഷ്ട്രീയ ഓട്ടത്തിനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഞാൻ നിലമ്പൂർ പോയി നിൽക്കണമെങ്കിൽ 3 മാസം അതിന് ഇനി മെനക്കെടണം. സമയമല്ല ഇവിടെ. ഞാൻ ഈ പറഞ്ഞ 481 ദിവസമേ ഉള്ളത്. ഓരോ ദിവസവും വാല്യബിളാണ്. അപ്പോൾ 2019 123 UDF ഉയർത്തിക്കൊണ്ട് വരികയും 17 ഇവിടുത്തെ LDF താഴ്ത്തുകയും ചെയ്യുന്ന ഒരു ഉത്തരവാദിത്വം ഞാൻ വലിയ മഹാനായിട്ടല്ല പറയുന്നത്. അതേ പറഞ്ഞാൽ അണ്ണാരക്കണ്ണന് എന്താ ചെയ്യാൻ പറ്റുക? ഈ 63 മണ്ഡലം നിങ്ങളൊന്ന് പരിശോധിക്കണം. 2011, 2016, 2021 ഈ 3 നിയമസഭയെ നിങ്ങളെടുത്താൽ 63 സീറ്റ് കണ്ടിന്യൂസ് ആയിട്ട് CPMൻ്റെ കയ്യിലാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാറ്റമില്ലാതെ. ഈ 61 സീറ്റിൽ 22 സീറ്റ്, 63 സീറ്റിൽ 22 സീറ്റ് 6250 വോട്ടിന് താഴെയാണ് CPM ജയിച്ചിട്ടുള്ളത്. അതിൽ 300 വോട്ട് വരെയുണ്ട് നമ്മളെ കുറ്റിയാടി. അപ്പോൾ അവിടെ ഒരു 5000 വോട്ട് ഈ പറയുന്ന 23 മണ്ഡലങ്ങളിൽ പുതുതായിട്ട് UDF പിടിക്കാൻ കഴിഞ്ഞാൽ ആ 23 CPMൻ്റെ കയ്യിൽ നിന്ന് പോയി. അതുപോലെയുള്ള വേറെ ചില മണ്ഡലങ്ങളുണ്ട്, ഒരു 15-20 മണ്ഡലങ്ങൾ. അവിടെയൊക്കെ പ്രത്യേകമായൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി UDF പ്ലാൻ ചെയ്യാൻ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇങ്ങനെ പോയാൽ അത് കിട്ടും, ഇങ്ങനെ പോയാൽ ഇത് കിട്ടുമെന്നുള്ളത്. ഇവിടുത്തെ ഒരുപാട് സാമുദായിക സംഘടനകൾ, ചെറുകിട സാമുദായിക സംഘടനകൾ, സാമൂഹിക സംഘടനകൾ, പഞ്ചായത്ത് തലത്തിലുള്ള ചില V4 ദിസ് പഞ്ചായത്ത്, V4 എടവണ്ണ പഞ്ചായത്ത് എന്നൊക്കെ പറയുന്ന സാമൂഹിക സംഘടനകളുണ്ട്. ഇതൊക്കെ വലിയ ശക്തിയാണ്. ഇതൊന്നും ഇവരൊന്നും ആരും കാണാറില്ല. അപ്പോൾ ഇത്തരം സംഘടനകൾ, സോഷ്യൽ ക്ലബ്ബുകൾ, നമ്മ കർഷക സംഘടനകളോടൊപ്പം നിൽക്കുന്ന അല്ലാത്ത യൂത്തിൻ്റെ ക്ലബ്ബുകൾ, ഇവരൊക്കെ നോൺ പൊളിറ്റിക്കലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം, മലയോര മേഖലയിൽ 10% ആളുകൾ വോട്ട് ചെയ്യാൻ തന്നെ പോകുന്നില്ല. എന്താ കാരണം? ആർക്ക് ചെയ്തിട്ട് എന്താ എന്ന വികാരം അവർ പ്രകടിപ്പിക്കുകയാണ്. അവരെ കണ്ട് അവരോട് സംസാരിച്ച് അവർക്കൊരു ധൈര്യം കൊടുത്ത് അവരെ ഒന്ന് ജനറേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ ഒട്ടനവധി പണികളെടുക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ പോയിട്ട് തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ ഞാനില്ല. എങ്ങനെ നാലാമത്തെ പാർട്ടി മീൻസ് ആരാ നിങ്ങളോട് പറഞ്ഞ്? DMK ശരി അല്ല, അങ്ങനെ പറഞ്ഞാൽ പോരല്ലോ. DMK വാട്ട് യു സെറ്റ് ഈസ് കറക്റ്റ്. DMK ഒരു മിനിറ്റ്, DMK കഴിഞ്ഞതിന് ശേഷം തൃണമൂലായിട്ടാണ്. DMK തന്നെയായിരുന്നു ഞാൻ ഉദ്ദേശിക്കുന്നതിന് പല കാരണങ്ങളുണ്ടായിരുന്നു. നമ്മളെ തൊട്ടടുത്ത സ്റ്റേറ്റാണ്. 25 ലക്ഷത്തോളം മലയാളികൾ അവിടെ ജീവിക്കുന്നുണ്ട്. ഒരു പൊളിറ്റിക്കൽ പാർട്ടി മനുഷ്യന് എന്തെങ്കിലും ഉപകാരം ചെയ്യണ്ടേ?
അത് നമുക്കൊരു സമ്മിശ്രമായിട്ടുള്ള വിഷയങ്ങളിൽ ഇടപെടാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം അത് കേരളത്തിലെ ജനങ്ങൾക്കും തമിഴ്നാട്ടിലെ ജനങ്ങൾക്കും ഗുണകരമാകും, പൊളിറ്റിക്കലി ഞങ്ങൾക്കും ഗുണകരമാകും. ആ ഒരു കാഴ്ചപ്പാട് അവിടെ ഉണ്ടായിരുന്നു. അതിന് പോകുമ്പോട്ടത് പിണറായിയാണ്. എനിക്ക് പല ഉറപ്പും നൽകിയിട്ടുണ്ട്. ഇപ്പോൾ പറയാൻ വയ്യ. മമതൻ്റെ കൂടെ ആകുമ്പോൾ പുള്ളിക്കാരി എന്നെ പറയുന്നത് എനിക്ക് നോമിനേഷൻ എന്താ പറയുക, ഇത് തരുന്ന മെമ്പർഷിപ്പ് തരുന്ന ദിവസം അവരുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി കേരളത്തിൻ്റെ എന്താണ് എന്നുള്ളത് അവർ വിവരിക്കും. താങ്കളുടെ രാഷ്ട്രീയ ഉദ്ദേശം പിണറായിസത്തെ പൊളിക്കുകയാണല്ലോ. അതെ. അങ്ങനെയാണെങ്കിൽ CPM-ന് ഈ പിണറായിക്കെതിരെയുള്ള മൂവ്മെന്റിൽ പങ്കെടുത്ത ആളുകളുടെ പേര് വെളിപ്പെടുത്തി താങ്കൾക്ക് എന്താ തടസ്സം? അല്ല, അതിപ്പോൾ തടസ്സമുണ്ട്. ഞാനും ചോദിക്കട്ടെ ഇതെല്ലാം കൂടെ അപ്പം പറഞ്ഞു ഇനി വാർത്ത വേണ്ടത് ഒറ്റയടിക്ക് അല്ല ഇപ്പോൾ അത് വെളിപ്പെടുത്തുകയില്ല എന്ന മാനസികാവസ്ഥയിലാണ് ഞാനുള്ളത്. അല്ല, പിന്നീട് എൻ്റെ മാനസികാവസ്ഥ മാറ്റുന്ന പണി അവരെടുത്താൽ ഇനി വേറെ പലതിനും വരാണ്ട്. അവർക്ക് ഇനി സഹായിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരൊക്കെ കാര്യം തന്നെ എന്താവുന്നില്ല എനിക്കറിയില്ല. അത് ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷേ അതെ, മലയോര വിഷയത്തിൽ ഞാൻ അന്നേ പറഞ്ഞില്ല, ആര് യാത്ര നടത്തിയാലും ആര് സമരം നടത്തിയാലും ഞാൻ എൻ്റെ കൂടെ ഉണ്ടാവും. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ. അത് അവിടുന്ന് പി അല്ല അതൊക്കെ ഇവിടെ റെക്കോർഡുണ്ട്. നമ്മളെ റെക്കോർഡിങ് ഇവിടെ നടക്കുന്നുണ്ട്. അതൊക്കെ വിട്ടേക്ക്. നിങ്ങൾ ജയരാജ് എന്ന് ഇങ്ങോട്ട് പറഞ്ഞപ്പോഴാണ് അല്ലേ നിങ്ങൾ ചോദിച്ചില്ലേ? അല്ല, എന്റെ പോക്കറ്റിൽ എന്റെ സാധനം ഇവിടെ ഉണ്ട്, ഇതൊക്കെ വരുന്നുണ്ട്. മനസ്സിലായില്ലേ? മുഖ്യമന്ത്രി തള്ളി പറഞ്ഞപ്പോഴാണ് അങ്ങ് എല്ലാം തിരുത്തിയത്. അപ്പൊ ഈ ഉന്നത ശ്രേണിയിലുള്ള ആളുകൾ മുഖ്യമന്ത്രി അങ്ങേ തള്ളി പറഞ്ഞപ്പോൾ അവരായിട്ട് പിന്നീട് കോൺടാക്ട് ചെയ്തോ, അവർ പിന്നീട് ഒന്നും സഹകരിച്ചില്ലേ? അവിടെയാണോ പ്രശ്നമായത്? പിന്നെ 2 ദിവസം ഒരു ഫോണേ എടുത്തില്ല എന്ന്, പിന്നെ നിർത്തിയിട്ടില്ല, നിർത്തി. 3-ാം ദിവസം തൊട്ട് ഞാൻ വിളിച്ചിട്ടില്ല. ഞാൻ 48 മണിക്കൂറാണ് ട്രൈ ചെയ്തത്. പിന്നെ ഫിനിഷ്. പിന്നെ എന്തിനാ നമ്മൾ വിളിക്കുന്നത്? നമുക്കിത് മനസ്സിലാവില്ലേ? അതൊന്നും എനിക്കറിയില്ല. നമ്മൾ ഈ നാട്ടിലേ ഉള്ള ആളല്ല. ആരെ? അതൊക്കെ ഇപ്പൊ എങ്ങനെയാ പറയാ? അല്ല, ഇപ്പോഴത്തെ ഇഷ്യൂ എന്താണ്? ഇപ്പോഴത്തെ ഇഷ്യൂ സഖാവ് പിണറായിസത്തെ താഴെ ഇറക്കുക എന്നുള്ള. ദാറ്റ് ഈസ് ദ ഓൺലി അജണ്ട ഇൻ ഫ്രണ്ട് ഓഫ് മീ. അല്ല, എനിക്കൊരു സീറ്റിൽ അല്ല, ഒരു മിനിറ്റ്. എനിക്ക് വിജയിക്കാനാണെങ്കിൽ ഇപ്പൊ തന്നെ രാജിവെക്കേണ്ട കാര്യം ഇവിടെ ഇരുന്നാ പോരെ? ഏത്? അതൊക്കെ നമുക്ക് പറയാം. താങ്കൾ ഈ ഉന്നത ശ്രേണിയിലുള്ള നേതാക്കളെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ താങ്കൾ തന്നെ പറഞ്ഞ മീൻ ലോറി അടക്കമുള്ളവ പ്രതിപക്ഷ നേതാവിന്റെ ഞാൻ മീൻ ലോറി ഞാൻ എന്റെ നിലമ്പൂർന്ന് കൊടുക്കുന്ന ലോറിയല്ല, ഇവര് എഴുതി തന്ന ലോറിയാ. മനസ്സിലായില്ലേ? ആ എഴുതി തന്ന കാര്യം ഞാൻ പറഞ്ഞത്. ആ ലോറി അന്വേഷിച്ച് ഞാൻ അങ്ങോട്ടാ പോകേണ്ടത്. അത് പോകേണ്ടിരുന്ന വിജിലൻസ് ആണ്. ആരെങ്കിലുമല്ല എഴുതി തന്നത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എഴുതി തന്നത്. ആ പാർട്ടിയുമായി ആലോചിക്കാതെ എങ്ങനെയാണ് സ്പീക്കർ എനിക്കത് പെർമിഷൻ തരുന്നത്? എങ്ങനെ സ്പീക്കർ? ഞാൻ ഒരു വാറോല എഴുതി കൊടുത്താൽ സ്പീക്കർ പെർമിഷൻ തരുമോ? സ്പീക്കർ പെർമിഷൻ തരുന്നത് പാർട്ടിയുടെ നിർദ്ദേശം ഉണ്ടായിട്ടല്ലേ? അത് നിങ്ങൾ മനസ്സിലാക്കാത്ത എന്താ? അല്ല, പി ശശിയോട് തെളിവൊക്കെ അത് വിജിലൻസിൽ വരുന്നതോട് കൂടിയിട്ട് MLA അത് ആ കാര്യങ്ങളാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അത് ഞങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞു. എനിക്കപ്പോൾ അദ്ദേഹം പറയുമ്പോൾ ഒരു 75% എനിക്ക് ബോധ്യമുണ്ട്. 75% ബോധിച്ചുകൊണ്ട് തന്നെയാണ്. 25% ചിലപ്പോൾ എമൗണ്ടിൽ വ്യത്യാസം ഉണ്ടാകാം, വേറെ വല്ലതും ഉണ്ടാകാം. അതിലപ്പുറം ഇതിനൊരു സാധ്യത അപ്പോഴും ഞാനും എൻ്റെ മനസ്സിൽ കണ്ടു. ഏതാ? അതിപ്പോൾ 200%. പലിശയും കൂടി ചേർത്തിട്ടാ. ലീഗ് പൊതുവിലൊരു സോഫ്റ്റ് പാർട്ടിയാണല്ലോ, നമുക്കറിയാലോ. അല്ലേ? ലീഗ് ഒരിക്കലും ഒരു ഹാർഡ് പാർട്ടി ആയിട്ടില്ല. ലീഗ് ഈസ് എ സോഫ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടി. അവരുടെ എല്ലാ വിഷയത്തിലും അവരുടെ ഒരു നിലപാട് അതാണ്. ഇപ്പോൾ മിനിയാന്ന് ബഹുമാനപ്പെട്ട ക്ലീമിസ് തിരുമേനി വരെ അവിടെ ഉണ്ട്. അപ്പോൾ ലീഗിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് പൊതുവിൽ ഇങ്ങനെയാണ്. അപ്പോൾ ആ ലീഗിനെയും ആ തങ്ങളെയാണ് ഇപ്പോൾ പിണറായി വർഗീയവാദിയാക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. RSSകാർ പറയില്ല, RSSകാർ. അത് നമുക്കറിയുന്ന പൊളിറ്റിക്കലി ആ ഘട്ടത്തിൽ അവരോട് നമ്മൾ എതിർത്ത് നിൽക്കുമ്പോഴും
രാഷ്ട്രീയപരമായിട്ടുള്ള എതിർപ്പുകൾ മുസ്ലിം ലീഗിനോട് നിൽക്കുമ്പോഴും നമ്മൾ ബഹുമാനിക്കേണ്ട വ്യക്തികളെ ആ ഒരർത്ഥത്തിൽ നമ്മൾ ബഹുമാനിക്കണ്ടേ? അങ്ങനെ ബഹുമാനിക്കപ്പെടുന്ന ഒരു സൊസൈറ്റിയെ മുസ്ലിം ലീഗിനെ RSSുമായും STPയുമായും ജമാഅത്ത് ഇസ്ലാമുമായി കൂട്ടിക്കെട്ടാനുള്ള ഈ വെപ്രാളം എന്നാ തുടങ്ങിയത്? ഈ പാർലമെൻറ്റ് ഇലക്ഷൻ റിസൾട്ടോട് കൂടിയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതിന് മുമ്പ് ഇങ്ങനെ മെല്ലെ പറയുള്ളൂ. പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞതോട് കൂടിയിട്ട് എന്തായി? മുസ്ലിം ലീഗും അതും പോട്ടെ, ഈ പറയുന്ന ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങളടക്കം എന്തായി? വർഗീയവാദിയായി. അതിനെന്താ പറയുന്നത്? ഒന്നുകൂടി അടിവരടുന്നത് ശിഹാബ് തങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ല. ആ ഒരു ലെവലിലേക്ക് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ആ ചോദ്യം, മുസ്ലിം ലീഗ് ഈസ് എ സോഫ്റ്റ് പാർട്ടി, അതുകൊണ്ട് അവർക്ക് എല്ലാവരോടും ഒരു സോഫ്റ്റ് നിലപാടാണ്. അവർ എന്നോടും ആ സോഫ്റ്റ് നിലപാട് എടുക്കുന്നുണ്ട്. വിജയരാഘവൻ സഖാവിനെതിരെയൊന്നും ഞാൻ വ്യക്തിപരമായിട്ട് ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. മെമ്പർമാരിൽ, അസംബ്ലി മെമ്പർമാരിൽ 3 ആളുള്ളത് ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന്. ഏകദേശം മലബാറിൻ്റെ ഈ പറയുന്ന മലയോര മേഖല നമ്മൾ എടുക്കുകയാണെങ്കിൽ 30% ഉണ്ടാവും ക്രൈസ്തവ കമ്മ്യൂണിറ്റി. അപ്പോൾ ഇത് അനുഭവിക്കുന്നവർക്കേ ഇത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം എന്താ സണ്ണി ജോസഫ് നിൽക്കാതെ പറയല്ലോ എല്ലാ സമ്മേളനത്തും. കാരണം പുള്ളിക്ക് അവിടെ ജീവിക്കാൻ വയ്യ, പുള്ളിക്കത് അറിയാം. നിയമസഭാ സമ്മേളനം അവസാനിക്കുന്ന ആ നടക്കുന്ന പീരീഡിൽ എന്ത് പ്രസംഗം സണ്ണി ജോസഫ് നടത്തുകയാണെങ്കിലും അദ്ദേഹം ഇത് കൂട്ടിഘടിപ്പിക്കാൻ ഒരു മാർഗം ഉണ്ടെങ്കിൽ ഈ ഇഷ്യൂ ഉന്നയിക്കുന്ന ആളാണ്. അതുപോലെയുള്ളൊരു വ്യക്തിയാണ് ജോയ്. എനിക്കറിയാം അൻവർക്ക ഈ വീട് വിറ്റ് നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ലല്ലോ, നമുക്ക് വിറ്റ് പോയി എവിടെയും പോവാം, ഈ സാധുക്കൾ എവിടെ പോകും? അതുകൊണ്ട് നമ്മൾ സഹിച്ച് നിൽക്കുക. കുട്ടികളെ ഇപ്പോൾ ഹോസ്റ്റലിലാക്കുന്ന കാര്യം ആലോചിക്കുകയാണ്. ഇപ്പോൾ ഒരു 6 മാസം മുമ്പ് ഞാൻ ഈ വിഷയം തുടങ്ങുന്ന മുമ്പ് ജോയ് എന്നോട് പറഞ്ഞിട്ടില്ല നമ്മളിതിൽ എന്ത് ചെയ്യും എന്നവർക്കാ. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കത് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അങ്ങനെ ഒരു മനസ്സ് ജോയിക്കുണ്ടല്ലോ, ആ നിലക്കൊരു റിക്വസ്റ്റ് ഡിമാൻഡാണ്. അതിനുശേഷമാണ് ആകെ ബോംബിട്ട് പൊളിച്ചില്ലേ പലസ്തീന്. എന്താ സ്ഥിതി? ആ സമരത്തിന് ശേഷം പലസ്തീൻ വല്ല ബാക്കിയുണ്ട്. അത് പിണറായി പറയില്ലേ പലസ്തീനിലേക്ക് നോക്കൂ അല്ലേ? അതൊക്കെ ഈ ഒരു നമ്പറിൻ്റെ ഭാഗം എന്നല്ലാതെ എന്ത്? ഇതൊക്കെ മനുഷ്യർക്ക് അറിയില്ലേ? അല്ല, ആ ആക്ഷേപങ്ങൾ നിലനിൽക്കുകയും അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യാണ്. ആ അന്വേഷണത്തിൽ വസ്തുതയുണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവാണല്ലോ ഈ പറയുന്ന വിജിലൻസ് ഡയറക്ടർ അവരുടെ റിപ്പോർട്ട് തള്ളിയത്. ഏത് അഴിമതി ആരോപണം? അല്ലല്ല, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ കറക്റ്റല്ല നിങ്ങളെ ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞു ഐ വിൽ ക്ലിയർ യു ദാറ്റ്. ഈ പറയുന്ന മറുനാടനുമായിട്ടുള്ള വിഷയത്തിലാണല്ലോ ഞാൻ ഇവരെ തെറ്റുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അവരൊരു നിലപാടെടുക്കുന്നത്? എന്താണ് ഇവരുടെ പിന്നിൽ? ഇതുപോലെയുള്ളൊരു സാമൂഹ്യ ദ്രോഹിയെ ഇവർ പിന്തുണക്കുമ്പം ഇവരുടെ മാനസിക നിലപാട് പല ഇഷ്യൂവിൽ ചെറിയ ഡൗട്ടുകളുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ മുഴുവൻ അന്വേഷിക്കുന്നത്. ഈ അന്വേഷിച്ച കാര്യങ്ങളാണ് ഞാൻ ഈ പാർട്ടി ലീഡർഷിപ്പിനോട് പറയുന്നത്. ഇത്രയും കാര്യങ്ങളുണ്ട്, ഇതിലിനി എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലായോ? ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യങ്ങൾ ഞാൻ പാർട്ടിയെ ബോധ്യപ്പെടുത്തിയതാണ് ലീഡർഷിപ്പിനെ. അപ്പോഴാണ് അവർ പറയുന്നത് ഇനി നിങ്ങൾ പറയേണ്ടടുത്ത് പറഞ്ഞല്ലോ, ഇനി നിങ്ങളത് പബ്ലിക്കായി പറയും, നിങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അത് എൻ്റെ ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? മറ്റേത് അങ്ങനെയല്ല. ഞാൻ ആദ്യം പറഞ്ഞ അങ്ങനെ തന്നെയാണ്. ഞാൻ ആദ്യം പറഞ്ഞ ശശിൻ്റെ മറ്റേ പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞതും ഇത് നിങ്ങൾ കൃത്യമായി വ്യക്തമായി മനസ്സിലാക്കണം. അത് എനിക്കൊരു ബോധ്യമില്ലാത്ത ഒരു സാധനം എനിക്ക് എഴുതി MLA ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് നിങ്ങളത് ഉന്നയിക്കണം എന്ന് പറയാണ്. ഇത് ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യം ഞാൻ പാർട്ടി ലീഡർഷിപ്പിനെ ബോധ്യപ്പെടുത്തിയതാണ്. എത്ര മാഷന്മാരെ അതിലുണ്ട്. കെ മുരളീധരൻ അന്നും എൻ്റെ ജ്യേഷ്ഠസ്ഥാനത്താണ്, ഇന്നും എൻ്റെ ജ്യേഷ്ഠസ്ഥാനത്താണ്. അത് നിങ്ങൾ ചോദിച്ചാൽ മതി. ഇപ്പം ഈ പറഞ്ഞ കാര്യം എന്താണ്, അതായത് ത്രിപുരയിൽ കോൺഗ്രസുമായിട്ട് പ്രശ്നമാണല്ലോ എന്ന് ചോദിച്ചത്. ബംഗാളിൽ ഈ വിഷയം ഞാൻ അവിടെ സംസാരിച്ചാണ്, അഭിഷേക് ബാനർജിയുമായി സംസാരിച്ചാണ്. അവരതിന് പറഞ്ഞ മറുപടി ഈ പറയുന്ന കോൺഗ്രസ് CPMുമായി യോജിച്ചിട്ടാണ് അവിടെ വന്നത്. CPMുമായിട്ട് ഒരു കോംപ്രമൈസും ഇല്ല. CPM ഇല്ലാതെ കോൺഗ്രസ് ഒറ്റയ്ക്ക് വന്നിരുന്ന് ഞങ്ങൾ സഹായിക്കുമായിരുന്നു. അപ്പോൾ CPMനെ കോംപ്രമൈസ് ചെയ്യുന്ന വിഷയമില്ല എന്ന് അവർ തീർത്ത് പറഞ്ഞതാണ്. അപ്പോൾ ഇവിടുത്തെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി പറഞ്ഞു ഈ വരാൻ പോകുന്ന ഇപ്പോൾ ഞാൻ ഈ രാജിവെക്കുന്നതോടുകൂടിയില്ല ബൈ ഇലക്ഷൻ്റെ വിഷയം വരും. അവർ പറഞ്ഞു അവരുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ നിലമ്പൂരിൽ വന്നിട്ട് UDFൻ്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് പ്രസംഗിക്കും. ഇതൊക്കെ സംസാരിച്ചിട്ടേ വന്നത്. ഞാനൊന്നും കാണാതെ അന്തം വിട്ട് അങ്ങോട്ട് പോയി അതിലേറെ അന്തം വിട്ട് ഇങ്ങോട്ട് വന്നത് നിങ്ങൾ വിചാരിക്കണ്ട. ഞാനിവിടെ വരാനിരിക്കുന്ന എന്താ പറയുക ഇതിൻ്റെ മുകളിലുണ്ടാകുന്ന ഹഡിൽസ് ഇതെല്ലാം ഡിസ്കസ് ചെയ്താൽ മഹുവ മൈത്ര ഉൾപ്പെടെയുള്ള മലയാളികൾക്ക് മനസ്സുകൊണ്ടും രാഷ്ട്രീയക്കാർക്ക് വ്യക്തിപരമായും അറിയുന്ന
ദേശീയ ലീഡർഷിപ്പ് നിലമ്പൂർ ഇലക്ഷനിൽ UDFന്റെ സ്ഥാനാർത്ഥിക്ക് വന്ന് പ്രസംഗിക്കും, അതിന് തർക്കമില്ല. ഞാൻ അറിഞ്ഞ ഒരുപാട് താങ്കൾക്ക് എന്നെ പറ്റി വല്ലതും അറിയോ? അല്ല ഒരു മിനിറ്റ്. ഇന്ത്യയിൽ ഈ 2024 ഫെബ്രുവരിയിൽ 972 ഈ അനിമൽ ആക്ട് അമെൻമെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ റിട്ട് ഫയൽ ചെയ്തവനാണ് ഞാൻ. ഒരു മിനിറ്റ്, അല്ല അറിയുമെന്നില്ല, അറിയുന്നതുകൊണ്ടാണല്ലോ റിട്ട് ഫയൽ ചെയ്യുന്നത്. ആ റിട്ടിൻ്റെ കോപ്പി വേണമെങ്കിൽ എൻ്റെ മെയിലുണ്ട്, താങ്കൾക്ക് ഒരു മിനിറ്റ്. അല്ല, പ്രത്യേക സമുദായമാണിത് അനുഭവിക്കുന്നത്. നിങ്ങളെന്താ പറയുക? മലയോര മേഖലയിൽ എന്ത് പ്രശ്നം ഉണ്ടായില്ല, അത് ചേട്ടന്മാരല്ലേ, ഒരു കൈയേറിയ ഭൂമിയിലല്ലേ, അത് അവരനുഭവിച്ചോട്ടെ എന്ന് പറയുന്ന ഒരു സംസ്കാരം ഇവിടെ ഉണ്ട്. ഈ മലയോര മേഖല മുഴുവൻ ഡെവലപ്പ് ചെയ്ത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. അവരാണ് സ്കൂളുണ്ടാക്കിയത്, അവരാണ് കോളേജ് ഉണ്ടാക്കിയത്. പള്ളിക്കൊപ്പം പള്ളിക്കൂടം എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാക്കിയിട്ടാണ് ഈ മലബാറിലെ മലയോര മേഖലയിലെ മനുഷ്യന്മാർ വിദ്യാഭ്യാസം നേടിയത്. ആ സമൂഹത്തെ അവർ പൂളച്ചേട്ടന്മാർ, അവർ കയ്യേറിയ ഭൂമിയല്ല, അവർ അവിടെ വന്ന് കൃഷി ചെയ്ത് ഭൂമി വാങ്ങി കുടിയേറിയവരാ. ആ കുടിയേറിയവരെ കയ്യേറിയവരെന്ന് വിളിക്കാനാണ് സമൂഹത്തിന് താല്പര്യം. അവർ വിഷയം അനുഭവിക്കുന്നുണ്ട്, ആ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരാളെ വേണമെന്ന് പറയുന്നത്. എൻ്റെ സാക്ഷിയാണ്. അല്ല, ഞാൻ ചെയ്യും, ഞാൻ ഇനിയും ചെയ്യും എന്നെ കൊണ്ട്. അല്ല, ചെയ്തുകൂടാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അനുഭവങ്ങളാണ് മനുഷ്യനെ പഠിപ്പിക്കുന്നത്. ആ അനുഭവങ്ങളുള്ള ആ കാട്ടിൽ ജീവിക്കുന്ന വ്യക്തിയാണ് ഈ ജോയി. ഷൗക്കത്ത് അതിന് അനുഭവം ഉണ്ടോ എനിക്കറിയില്ല, നിങ്ങൾ പുള്ളി പറഞ്ഞോളൂ. താങ്കൾ CPM-ഉമായിട്ട് അകന്നപ്പം ഏറ്റവും കൂടുതൽ താങ്കൾ തിരിച്ച് കോൺഗ്രസിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചത് താങ്കളുടെ സുഹൃത്തു കൂടിയായ KPCC പ്രസിഡന്റാണ്. എവിടെയാണ് അതിന് തടസ്സം ഉണ്ടായത്? എന്ത് തടസ്സം? ഞാനിത് എനിക്കിങ്ങനെ റോഡിൽ കൂടെ പോകണമെന്നെ വിളിച്ചിട്ട് വാ അൻവർ UDF ചേരും അറിയാൻ പറ്റുമോ? നിങ്ങളെന്ന് ചോദിച്ചു കത്ത് കൊടുത്തോ? ഞാൻ ഇവരെ കൊടുത്തിട്ടില്ലല്ലോ. കത്ത് കൊടുത്തിട്ടില്ലല്ലോ. നിങ്ങൾ പറയല്ലേ, ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. എന്താണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞത്? അങ്ങനെ കത്ത് കിട്ടിയിട്ടില്ല, കത്ത് കിട്ടിയാൽ ഞങ്ങളത് പരിശോധിക്കുമെന്ന് പറഞ്ഞോ? അത് ശരി. അപ്പൊ വ്യക്തികളൊക്കെ വിളിച്ചിട്ട് വാ നിങ്ങളൊക്കെ UDF ചേർന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരാളും തടസ്സം. എനിക്ക് 2025, 26, 24 ഒറ്റ താല്പര്യമുള്ളൂ, പിണറായി അവസാനിപ്പിക്കുക. നത്തിങ് എൽസ്. അതെന്നോ അന്ന് തന്നെ പറഞ്ഞാൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഞാൻ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല. പറഞ്ഞത് പൊളിറ്റിക്കൽ DNA ആണ്. എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? ഇനിയിപ്പോൾ അതും ക്ലിയർ ചെയ്യുക. ഞാൻ പറഞ്ഞത് അന്ന് മണ്ണാർക്കാട് പാർലമെൻറ്റ് സീറ്റിലെ ഇലക്ഷൻ പൊതുയോഗത്ത് വെച്ചിട്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. അപ്പോൾ വാർത്ത വരികയാണ്. എന്താണ് വാർത്ത? എന്താണ് പിണറായി വിജയനെ ED അറസ്റ്റ് ചെയ്യാത്തത്? ആ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഇഷ്യൂ എന്തായിരുന്നു ഇന്ത്യ മുന്നണി ഉയർത്തിയത്? ഈ പറയുന്ന സോറനെ അറസ്റ്റ് ചെയ്തതും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തൊരു വിഷയം. ഈ ഒരു വിഷയം നിൽക്കുമ്പോൾ ഇത് അന്യായമായ അറസ്റ്റാണെന്നും ഇതിനെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ എല്ലാവരും ഒരുമിക്കണം എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു എന്നാണ് വാർത്തയിൽ കാണുന്നത്. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ DNA പരിശോധിക്കണം. അത് പൊളിറ്റിക്കൽ DNA പറയുന്നത് പിറ്റേ ദിവസം എന്തായി? അന്ന് രാത്രി തന്നെ വാർത്തയായി. ബയോളജിക്കൽ DNA ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ പിറ്റേ ദിവസം തന്നെ പത്രക്കാരെ വിളിച്ചത് പറഞ്ഞിട്ടുള്ളതാണ്. അത് എയറിലുള്ളതാണ്. ഒരിക്കലും നെഹ്റു കുടുംബത്തിനെ പറ്റി അങ്ങനെ പറയാൻ പറ്റുന്ന ഒരാളല്ല ഞാൻ എന്നുള്ളത് മലപ്പുറം ജില്ലയിലും എന്താ പറയുക കേരളത്തിലും ജീവിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് ആ കുടുംബവുമായിട്ട് അത്രയും ആത്മബന്ധമുള്ളൊരു ഫാമിലിയാണ്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ നിങ്ങളെ ചോദിച്ച സ്ഥിതിക്ക് വീണ്ടും പറയുകയാണ്, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ആർക്കെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിപൂർണമായും അവരോട് ആ ഉണ്ടായ വിഷമത്തിന് ഞാൻ മാപ്പ് ചോദിക്കണം. നമ്മളൊക്കെ കോൺഗ്രസ്, തൃണമൂലും കോൺഗ്രസിനല്ലേ? നീ ഇപ്പോൾ പിണറായി പറഞ്ഞില്ലേ കോൺഗ്രസ് എവിടെ നിന്നാണ് വന്നത്? ഇപ്പം നമ്മൾ ബേസിക്കലി വി ആർ കോൺഗ്രസ്. നിങ്ങൾ കോൺഗ്രസ് ആയിരുന്നില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ അപ്പൻ്റെ അപ്പം കോൺഗ്രസ് ആയിരിക്കും അല്ലേ? ആണല്ലോ. ഇവിടെ ഇരിക്കുന്ന ആരെ കോൺഗ്രസ് അല്ലാത്ത? EMS കോൺഗ്രസ് അല്ലേ ഇരുന്നോ? AKG കേളപ്പം ആരെ കോൺഗ്രസ് അല്ലാത്തത്? കോൺഗ്രസ് ബ്ലഡ് അല്ലാത്ത ആരല്ലത്? പിന്നുള്ളത് മറ്റേ RSS ബ്ലഡാണ്. ഈ 2 ബ്ലഡല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ത്യയിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സാധനം ഉണ്ടാവില്ലേ? ആ ബ്ലഡ് കയറ്റിയപ്പോൾ ഞാൻ കമ്മ്യൂണിസ്റ്റ് അബ്ദുറഹ്മാൻ എടുത്ത പോലെ ഞാൻ മെമ്പർഷിപ്പ് എടുക്കാനൊന്നും പോയിട്ടില്ല. ഞാൻ എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിൽ CPM-നോട് സഹകരിച്ചത്? രണ്ട് കാര്യമാണ്. ഒന്നെന്താ അവരുടെ സെക്കുലർ മനോഭാവം, രണ്ടെന്താ ആൻറ്റി ഫാസിസ്റ്റ്. അത് രണ്ടും പോയി. RSS, അതായത് RSSൻ്റെ കൊടി എന്താ കളർന്ന് പറയാം?
കാവിക്കൊടി കെട്ടേണ്ട സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ചെങ്കൊടി കെട്ടിയിട്ട് കാവിയുടെ രാഷ്ട്രീയം നടത്തുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഭരണാധികാരി പിണറായി ആയിരിക്കും. അത് എൻ്റെ കണ്ണിൽ കണ്ടതുപോലെ എനിക്ക് ബോധ്യപ്പെട്ടത്. പിന്നെ എന്ത് അടിസ്ഥാനത്തിൽ ഞാൻ അവിടെ നിൽക്കും? അതാണ് ഇതിലുണ്ടായ വിഷയം. അപ്പം ரொம்ப നന്ദി എല്ലാവർക്കും. താങ്ക് യു.